വചന ശുശ്രൂഷിപ്പാൻ എനിക്കും അത് ശ്രവിപ്പാൻ നിങ്ങൾക്കും കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ നൽകിയതോർത്ത് ദൈവത്തിനെല്ലാം മഹത്വവും അർപ്പിക്കുന്നു. പ്രിയ സഭ എന്നെ ഓർമ്മിപ്പിച്ചപ്പോൾ 3 ദിവസത്തെ ബൈബിൾ ക്ലാസ്സിനായിട്ട് ഒരു വിഷയം എന്നോട് തന്നെ ആവശ്യപ്പെടുകയും ഞാൻ ആ വിഷയം പഠിക്കുകയും ഈ വിഷയം എൻ്റെ ചർച്ചിൽ അത് ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ള ഒരു വിഷയവും ആയതുകൊണ്ട് എനിക്ക് കൂടുതൽ പഠിക്കുവാനും ആ നിലയിൽ അത് സ്വായത്തമാക്കുവാനൊക്കെ ആയിട്ട് വീണ്ടും കഴിഞ്ഞു. അങ്ങനെ തിരഞ്ഞെടുത്ത ഒരു വിഷയമാണ് ഞാൻ പ്രിയ സഭയിലെ എൽഡേഴ്സിനോട് പറഞ്ഞത്. വിഷയം ഇതാണ്: ഒരു വിശ്വാസിയിൽ വ്യാപരിക്കുന്ന ആത്മശക്തി. പ്രാരംഭമായിട്ടൊരു ക്ഷമാപണം ഞാൻ നടത്തിയാണ്. ഈ ദിവസങ്ങളിലെ കാലാവസ്ഥയുടെ പ്രശ്നമായിരിക്കാം, ശബ്ദത്തിന്റെ പ്രശ്നമായിരിക്കാം. എനിക്ക് നല്ല ചുമയുണ്ട്, ഇടയ്ക്ക് ചിലപ്പോൾ ശക്തമായിട്ട് ചുമച്ചെന്ന് വരാം. എനിക്കത് പ്രയാസമായി തോന്നരുത്. ദൈവനാമത്തിൽ ക്ഷമിക്കുക. നമുക്ക് വചനത്തിലേക്ക് കടന്നു വരാം. ഒരു വിശ്വാസിയിൽ വ്യാപരിക്കുന്ന ആത്മശക്തി. നാം ഈ വിഷയം പരിശോധിക്കുമ്പോൾ നമുക്കിതിന് തെളിവായിട്ട് കൊണ്ടുവരുവാനായിട്ടുള്ളത് ലോകത്തിലെ കഥകളൊന്നുമില്ല. ലോകത്തിലെ മറ്റൊരു കാര്യവും നമുക്ക് ഉദാഹരണമായിട്ട് ഇതിന് ചൂണ്ടിക്കാണിക്കാനായിട്ട് ഇല്ല. ഇതിന് ചൂണ്ടിക്കാണിക്കുവാനായിട്ട് നമ്മുടെ പക്ഷത്തുള്ളത് ദൈവത്തിന്റെ തിരുവചനം മാത്രമാണ്. ആ വചനത്തിലൂടെ എങ്ങനെയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നിലും നിങ്ങളിലും വ്യാപരിക്കുക. ഞാനിത് ഇവിടെ വന്ന ആദ്യത്തെ ഞായറാഴ്ചയും കഴിഞ്ഞ ഞായറാഴ്ചയും ഈ വിഷയത്തിലേക്ക് വരുന്ന കാര്യങ്ങൾ പരാമർശിച്ച് പോവുകയുണ്ടായി. ഞാൻ ശുശ്രൂഷിച്ച സഭകൾ. എന്നാൽ ഇത് ഈ 3 ആഴ്ച ഉള്ളതുകൊണ്ട് ഒന്ന് വിശദീകരിച്ച് കഴിയുന്ന രീതിയിൽ ഞാൻ പഠിച്ച ആ പശ്ചാത്തലത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് കഴിയുന്ന രീതിയിൽ നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് ഇത് പരിശോധിക്കുവാനും പഠിക്കുവാനും കർത്താവ് നമ്മെ സഹായിക്കുക. ഇതിനായിട്ട് നാം തെരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യമാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. ഈ വേദഭാഗം കർത്താവായ യേശു ക്രിസ്തു പറയുന്നതാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. എന്നാൽ ഈ കർത്താവ് ഈ കാര്യത്തെ കർത്താവ് പറഞ്ഞത് അതിനു മുമ്പ് ചില കാര്യങ്ങൾ നടന്നിട്ട് വേണം നിങ്ങൾ ശിഷ്യന്മാരെന്തായിത്തീരാൻ, സാക്ഷികൾ ആയിത്തീരാൻ. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം നടക്കണം. ഈ ശക്തി ഇവരിൽ പകരുന്നതിന് മുമ്പ്, ഈ ശക്തി ഇവർക്ക് ലഭിക്കുന്നതിന് മുമ്പ്, ഉയരത്തിൽ നിന്ന് ശക്തി ഇവർക്ക് ലഭിക്കുന്നതിന് മുമ്പ് ഈ പറഞ്ഞ 8-ാം വാക്യത്തിലെ കാര്യം നിറവേറണമെങ്കിൽ അതിനു മുമ്പ് ഒരു കാര്യം നടക്കും. നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യമൊന്നുമല്ല, നമ്മൾ അറിയുന്ന കാര്യമാണ്. അതെന്താണ് ആ കാര്യമെന്ന് ആദ്യമായിട്ട് പ്രതിപാദിച്ചത് മത്തായി സുവിശേഷം 3:11 പറഞ്ഞിട്ടുണ്ട്. 3-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നതേ ഉള്ളൂ. എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാൻ ആകുന്നു. അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കും. ഒരു തർക്ക വിഷയമുള്ള വാക്യങ്ങളാണ് ഇനി നാം കടന്നു പോകുന്നത്. എന്നാൽ ഉപദേശപരമായിട്ട് നാം അവിടെ നിന്ന് പരിശോധിക്കാൻ പോകുന്നു. ഇവിടെ സ്നാപയോഹൻ പറയുന്നത് എന്റെ പിന്നാലെ ഒരുവൻ വരും, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിക്കും. അപ്പോൾ ആ പരിശുദ്ധാത്മാവിനാൽ കഴിപ്പിക്കുന്ന ആ സ്നാനം ഏതാണ്? ഇതല്ല നമ്മുടെ വിഷയം. ശക്തി എന്ന വിഷയത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അതിന്റെ മുഖവര എന്നോണം മാത്രം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ പലരും പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ളതായിരിക്കാം. ഇതൊരു ഉപദേശ വിഷയമാണ് നമ്മുടെ ആത്മസ്നാനത്തെ കുറിച്ചുള്ളത്. അത് തന്നെ നമുക്കറിയാം, ഒരു ബൈബിൾ സ്റ്റഡിയാണ്, വളരെ നാൾ പഠിക്കേണ്ട കാര്യമാണ്, പഠിപ്പിക്കേണ്ട കാര്യമാണ്. എന്നാൽ അവിടെ നിന്നുകൊണ്ട് ഈ ആത്മസ്നാനം ഇത് സ്നാപയോഹന്നാൻ പറയുകയാണ്. എന്ത്? ആത്മസ്നാനം കഴിപ്പിക്കുന്നത് ഒരുവൻ വരുന്നു. ശരി. ഇനി അടുത്തത് ഇത് തന്നെയാണ് മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യവും ഈ കാര്യം തന്നെയാണ്, വായിക്കണമെന്നില്ല. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യവും യോഹന്നാന്റെ സുവിശേഷം
1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. യേശുക്രിസ്തുവിനെ കണ്ടപ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 29-ാം വാക്യം. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്ന് നിൽക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് അവിടെ യോഹന്നാൻ പറഞ്ഞു. ആ കുഞ്ഞാടിനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം നമുക്ക് 1-ന്റെ 3 വായിക്കാം. സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ആ വാക്യമല്ല അത്. ഞാൻ നോട്ട് ചെയ്ത് എനിക്കാണ് തെറ്റുപറ്റിയിരിക്കുന്നത്. ആ വാക്യം ഞാൻ മറ്റൊരു ഭാഗത്തുണ്ട്, ഞാനത് പറയാം. ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ്. ഈ മത്തായിയിലും ലൂക്കോസിലും യോഹന്നാനിലും ഈ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ യോഹന്നാനിൽ കർത്താവ് അത് പറഞ്ഞിട്ടുണ്ട്. ആ വാക്യം ഞാൻ നിങ്ങൾക്ക് തരാതിരിക്കുകയില്ല. ഞാനത് നോട്ട് ചെയ്ത് 1-ആണോ 2-ആണോ അത് നോക്കിയിട്ട് വേണം. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഈ കാര്യത്തെയാണ് കർത്താവ് പറഞ്ഞത്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലേക്ക് വരാം. മറ്റേ വാക്യം ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലേക്ക് വരാം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. അപ്പൊ ഏറെ നാൾ കഴിയും മുമ്പേ യോഹന്നാൻ പറഞ്ഞ പരിശുദ്ധാത്മാവ് എന്ന സ്നാനം നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് ഇവിടെ പറഞ്ഞത്. ഈ പറഞ്ഞ കാര്യമാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 1 മുതൽ നടന്ന സംഭവം. നമുക്കറിയാം, പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വന്നതും സഭ ഉരുവായി തീരുന്ന കാര്യവുമാണ് അവിടെ യോഹന്നാൻ പറഞ്ഞതും കർത്താവ് പറഞ്ഞതും അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ വന്നപ്പോൾ നിറവേറപ്പെട്ടത്. സഭയ്ക്ക് ആത്മസ്നാനം ലഭിച്ചു, പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? 2-ന്റെ 1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങൾ അത് നമ്മുടെ വിഷയമല്ല. അത് പരിശുദ്ധാത്മ സ്നാനം എന്നുള്ള വിഷയമാണ്. ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. അവിടെ സംഭവിച്ച കാര്യം പരിശുദ്ധാത്മാവ് വന്ന് ആത്മസ്നാനം നടന്നു കഴിഞ്ഞു. ഇനി അത് ആവർത്തിക്കപ്പെടുന്നതല്ല. ആത്മസ്നാനം അവിടെ നടന്നു കഴിഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ ആത്മസ്നാനം നടന്നു കഴിഞ്ഞിട്ട് ആ കാര്യത്തെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് പറയുന്നതാണ് 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. അവിടെ എന്താണ് വായിക്കുന്നത്? ക്രിസ്തുവും 1 കൊരിന്ത്യർ 13-ാം വാക്യം. ക്രിസ്തുവും യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രന്മാരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു. അതിനകത്ത് ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റിരിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത് ആത്മസ്നാനത്തിന്റെ ഫലം എന്നത് ഏക ശരീര രൂപവൽക്കരണമായിരുന്നു. അത് സഭ ഉരുവായി. ലോകത്തിലുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഏതൊരു ജാതിയും രക്ഷിക്കപ്പെട്ടു വന്ന് ഒരു കുടക്കീഴിലേക്ക് കൂട്ടിവരുത്തിയ യഹൂദനെന്നോ യവനനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത ഒരു കാര്യമാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നടന്നു. ആത്മസ്നാനം നടന്നു കഴിഞ്ഞു. ഇനി അത് ആവർത്തിക്കപ്പെടുന്നില്ല. ഒരാള് രക്ഷിക്കപ്പെടുമ്പോൾ പ്രത്യേകിച്ച് ആത്മസ്നാനം നടത്തിയിട്ടല്ല സഭയോട് ഈ സഭയ്ക്ക് ആത്മസ്നാനം ലഭിച്ചു കഴിഞ്ഞു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനപ്രതി സഭയോട് ആത്മസ്നാനം നടന്നു കഴിഞ്ഞാൽ ഈ സഭ എന്ന ശരീരത്തിലേക്ക് ഈ വ്യക്തി ചേരുമ്പോൾ ആ സ്നാനത്തോട് ഇൻക്ലൂഡായി എന്ന് പറഞ്ഞാൽ ആ സ്നാനത്തോട് ചേർക്കപ്പെട്ടു. ആ വ്യക്തിയും ആ സ്നാനത്തിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നു. അല്ലാണ്ട് സെപ്പറേറ്റ് ആത്മസ്നാനം ഇല്ല. അത് ദുരുപദേശമാണ്. ഇനി അഭിഷേകം, ആത്മസ്നാനം, ആത്മനിറവ് ഇതൊക്കെ വ്യത്യസ്തമായ വിഷയങ്ങളാണ്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു വന്ന കാര്യം, ഒരു കാര്യം തെളിയിക്കാൻ വേണ്ടി ബേസ് അതിന്റെ അടിസ്ഥാനപരമായ കാര്യം ഇതല്ല. ഇത് വളരെ ചുരുക്കമുള്ള അടിസ്ഥാനപരമായ കാര്യം ഞാൻ പറഞ്ഞത്. അത് വിശാലമായിട്ട് പഠിക്കേണ്ട കാര്യമാണ്. നിങ്ങളിൽ പലർക്കും അറിയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ കാര്യം സഭ നടന്നു കഴിഞ്ഞു. സഭ രൂപവൽക്കരിക്കപ്പെട്ടു, ഏക ശരീരമായി. ആത്മസ്നാനം പെന്തക്കോസ്ത് നാളിൽ നിറവേറി എന്നുള്ളതിന് നമുക്ക് തെളിവ് കൊടുക്കാൻ കഴിയുന്ന ബൈബിളിലെ വാക്യങ്ങളാണ് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം നിങ്ങൾ കാത്തിരിക്കണമെന്ന് പറഞ്ഞത്. അതുപോലെ 11-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം 1 കൊരിന്ത്യർ 12-ന്റെ 10. ഇത് ആത്മസ്നാനം അവിടെ നിറവേറിയെന്ന്. ഇനി അനുബന്ധമായ വാക്യങ്ങൾ ആ ഒരു വിഷയം പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. അവിടേക്ക് തിരിയില്ല. ഞാൻ ഇത് നിങ്ങളെ പ്രാരംഭമായിട്ട് ഓർമ്മിപ്പിച്ചത് സഭ ഉരുവായതിനു ശേഷം
അപ്പോസ്തലന്മാർ ചെയ്യേണ്ട കാര്യമാണ് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു. ഇങ്ങനെ സഭ ഉരുവായതിനു ശേഷം പരിശുദ്ധാത്മാവ് വന്ന് സഭ ഉരുവായി. സഭ ഓരോ വ്യക്തികളെയും സഭ എന്ന ശരീരത്തിലെ അവയവങ്ങളാക്കി തീർത്തു. നമ്മളെല്ലാവരും സാർവത്രിക സഭയുടെ, കർത്താവിന്റെ സഭയുടെ അവയവങ്ങളാണ്. അവൻ തലയാണ്. ആ ശരീരത്തിന്റെ തലയാണ് കർത്താവ്. കർത്താവിന്റെ ശരീരമാണ് സഭ. ആ സഭയിലെ അവയവങ്ങളാണ്. അപ്പൊ ആ അവയവങ്ങളായിരിക്കുന്ന നമ്മൾ വ്യാപരിക്കേണ്ട ശക്തിയെ കുറിച്ചാണ് നാം പരിശോധിക്കാൻ പോകുന്നത്. അപ്പോ അപ്പോസ്തലന്മാരോട് പറഞ്ഞിരിക്കുകയാണ് ഇനി സഭ, ഞാൻ പറഞ്ഞു ആ വിഷയമല്ല നമ്മളെ സഭ വളർന്നിരിക്കുന്നത് കഴിഞ്ഞാൽ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന് ക്രിസ്തു തന്നെ മൂലക്കല്ലായി അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്റെ സഭ പണിത് കഴിഞ്ഞു. ഇനി ആത്മാവിനാൽ രക്ഷിക്കപ്പെടുന്നവരെ അതിനോട് ചേർത്ത് പണിതുകൊണ്ടിരിക്കുക. ഈ ബിൽഡിങ്ങിന്റെ നമുക്കറിയാം ഇട്ടു അതിന്റെ അടിസ്ഥാനം പണിത് കഴിഞ്ഞതിന് ശേഷം ഓരോ കട്ട എടുത്തു വെച്ചാണ് പണിയുന്നത്. ആ പണി ഇതുവരെ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുക. എങ്ങനെ രക്ഷിക്കപ്പെടുന്നവരെ കൂട്ടിച്ചേർത്ത് പണിതുകൊണ്ടിരിക്കുക. അപ്പൊ ആ സഭയിലെ ഓരോ അവയവങ്ങളും എന്തായിത്തീരണം? ആ വ്യക്തിയിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി. ആ ശക്തി വ്യാപരിക്കണം നമ്മൾ. അതാണ് നാം ചിന്തിക്കുന്നത്. അപ്പോ ആത്മാവിന്റെ ശക്തിയിൽ അവിടെ 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ഇനി നമ്മൾ വായിക്കാം. ഇനി നാം നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിച്ച് മുന്നോട്ട് പോവുകയാണ്. മറ്റു കാര്യം ഞാൻ അടിസ്ഥാനപരമായി ഒന്ന് ഓർമ്മിപ്പിച്ചത് മാത്രം. 8-ാം വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും. സഭ രൂപവൽക്കരിക്കപ്പെട്ടതിന് ശേഷം ഈ ശക്തിയാൽ, പരിശുദ്ധാത്മാവ് ലഭിച്ച ശക്തിയാൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സാക്ഷികളാകണം. നിങ്ങൾ ലോകത്തിന്റെ എല്ലാ മേഖലകളിലും നിങ്ങൾ ആരാകണം? നിങ്ങൾ യേശുക്രിസ്തുവിന്റെ സാക്ഷികളാകണം. അതാണ് ബൈബിൾ പറയുന്നത്. നമ്മൾ യേശുക്രിസ്തുവിന്റെ സാക്ഷികളാകണം. നമ്മളൊരു കമ്പനിയുടെ ഒക്കെ ഈ ഒരു എന്താ പറയാ, ഒരു ബാഡ്ജിങ് ഇട്ടിട്ട് നടക്കാൻ. അപ്പൊ ആ വ്യക്തിയെ കാണുമ്പോ എന്താ പറയാ, ഇന്ന IT കമ്പനിയുടെ പണ്ടാടിമകൾക്കൊക്കെ അങ്ങനെ ഇന്ന യജമാനന്റെ. അപ്പൊ അവരെ കണ്ടു കഴിഞ്ഞാൽ ഇന്ന യജമാനതയാണ് ഇന്ന കമ്പനിയുടെ. ആ കമ്പനിയെ വെളിപ്പെടുത്തുക അല്ലെ. ആ കമ്പനിയുടെ ആ ആളോട് ചോദിച്ചാൽ കമ്പനിയെ കുറിച്ച് എന്ത് ചെയ്യും? കിട്ടിപ്പിട്ടിട്ട് മണി പോലെ എല്ലാം പറഞ്ഞിരുന്നു. ചെയ്യുന്ന ജോലി, കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും അതിന് ബാധ്യസ്ഥനാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ നാം ആരുടെ സാക്ഷികളാണ്? നമ്മുടെ ഐഡന്റിറ്റി എന്തുട്ടാ? യേശുക്രിസ്തുവാണ്. നമ്മളെ കണ്ട ആരെ കാണണം? നാം യേശുക്രിസ്തുവിന്റെ സാക്ഷികളാണ്. സാക്ഷി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? നമ്മൾ നോക്കും, കണ്ടത്, കേട്ടത്, അനുഭവിച്ചത്. നിങ്ങൾക്ക് ഒന്നും അറിയില്ലാത്ത പോലെ കണ്ടു കഴിഞ്ഞാൽ ഒന്നും അറിയില്ല. എന്തെല്ലാം കാര്യങ്ങൾ അറിയുന്ന സംസാരിച്ചു നോക്കില്ല. നിങ്ങൾക്കറിയാം, സാക്ഷി എന്ന് പറഞ്ഞ കോടതി ചെന്നിട്ട് സാക്ഷി എന്ന് പറഞ്ഞാൽ എന്നാ? പണ്ടൊരു ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥര് കൊലപാതകം സാക്ഷി. അപ്പൊ സാക്ഷി പറയാൻ എക്സൈസ് കമ്മീഷണറായി, എക്സൈസ് കമ്മീഷണർ. ഓക്കെ, 1996-97 കാലഘട്ടം സാക്ഷി ഞാനായി. കൊലപാതകമായിരുന്നു അത്. പക്ഷെ ഒരു ആക്സിഡന്റ് ആക്കി അവർ മാറ്റി. എനിക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. പ്രോസിക്യൂട്ടർ ഗവൺമെന്റ് വക്കീല് കറക്റ്റായിട്ട് കർശനമായിട്ട് കോടതിയിൽ വാദിച്ചതാണ്. ഞാനും എന്നോട് ജഡ്ജി ചോദിച്ചു, താൻ കണ്ടോ? ഞാൻ കണ്ടില്ല. താൻ അറിഞ്ഞോ? ഞാൻ അറിഞ്ഞില്ല. എന്നാ പൊക്കോ. ഞാൻ കണ്ടു. കണ്ടത് ഞാൻ അന്ന് പറഞ്ഞതാണ്, നിവൃത്തിയില്ല. പക്ഷെ അപ്പൊ എന്താണ് സാക്ഷി എന്ന് പറഞ്ഞ പിടിയിട്ടില്ലോ അല്ലെ? കണ്ടത്, കേട്ടത്, അനുഭവിച്ചത് എന്ത് ചെയ്യണം? പറയുന്ന വ്യക്തിയാണ് ആര്? സാക്ഷി. ഓക്കെ, അപ്പൊ കർത്താവ് ഇവിടെ പറഞ്ഞു, നിങ്ങൾ എന്റെ നമ്മൾ എന്നാ കണ്ടത്, നമ്മളെന്താ അനുഭവിച്ചു, നമ്മളെന്താ അറിഞ്ഞിട്ടുള്ളവൻ, കണ്ടിട്ടുള്ളവൻ, അനുഭവിച്ചിട്ടുള്ളവൻ എന്ന് പറയും. അല്ലാത്തവൻ എന്ത് ചെയ്യും? അല്ലാത്തവൻ എന്നാ പറയാ? നമ്മൾ ആരായി മാറണം? കഥാവ് പറയാണ്, നിങ്ങൾ ആരായി മാറണം? നിങ്ങൾ കഥാവിന്റെ സാക്ഷികളായി മാറണം. അപ്പൊ നിങ്ങൾ സാക്ഷികളാണ്. ഒരു വിശ്വാസിയിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിച്ചാൽ മാത്രമേ സാക്ഷിയാകാൻ കഴിയൂ. ഇല്ലെങ്കിൽ ആ വ്യക്തി ഒരു മതവിശ്വാസിയായി തുടരും. ഞാൻ വിശദീകരിക്കാം. ഒരു മതവിശ്വാസിയായി ആ വ്യക്തി തുടരും. എങ്ങനെയാണ് മതവിശ്വാസിയായി തുടരുക? ആ വിശ്വാസം, മതവിശ്വാസം
പൊതുവിശ്വാസം, ബൈബിൾ വിശ്വാസം, 3 വിശ്വാസമുണ്ട്. അതൊന്നും എൻ്റെ വിഷയമല്ല, എങ്കിലും ഇവിടെ ഒന്ന് പ്രതിപാദിച്ചു പോകാം. മതവിശ്വാസം എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പൻ്റെ പേര് പൈലിന്നും അമ്മയുടെ പേര് മേരിയെന്നും ഞങ്ങൾ യാക്കോബായ പശ്ചാത്തലം, മത പശ്ചാത്തലത്തിൽ ജീവിക്കുന്നവരാണ്. അപ്പൊ എൻ്റെ അപ്പൻ പൈലിയും അമ്മ മേരിയും ആയതുകൊണ്ട് ഞാൻ ആരായി തീർന്നു? എൻ്റെ പള്ളിയിലിട്ടിരിക്കുന്ന പേര് മത്തായി എന്നാണ്. നിസാര കേസൊന്നുമല്ല. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ മത്തായി എന്നാണ് എൻ്റെ പേര്. അപ്പൊ ഞാൻ മത്തായിയാണ്. അപ്പൊ ഞാൻ യാക്കോബായ മതത്തിൽ ജനിച്ചു വളരാൻ കാരണം എന്താ? എൻ്റെ അപ്പൻ പൈലി, അമ്മ മേരിയായിരുന്നു. എൻ്റെ അപ്പൻ നാരായണനും അമ്മ ദാക്ഷായണിയായി ഞാൻ ആരായാലും സുന്ദരനോ ശിവാനന്ദനോ സഹദേവനുമായി ജനിച്ച് രാമായണോ അല്ലെങ്കിൽ ഭഗവത്ഗീത RSSകാരനോ അടിച്ചോടിക്കാരനായി ഞാൻ പോയത്. ഇനി എൻ്റെ അപ്പൻ മുഹമ്മദോ അമ്മ ഖദീജയാണെങ്കിൽ ഞാൻ ആരായി മാറിയത്? നവാസോ ഷിയാസോ മുഹമ്മദോ ഒക്കെ ആയി ജനിച്ച് ഞാൻ ആ വഴിക്ക് പോയത്. നമ്മൾ ജനിച്ചു വളർത്തപ്പെടുന്നത് ഏത് മതത്തിലാണോ അതാണ് നമ്മുടെ മതവിശ്വാസം. അതുണ്ടായി. പൊതുവിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? രോഗം മാറി, വീട് കിട്ടി, അത്ഭുതം കണ്ട്, അടയാളം കണ്ട് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുക. അതാണ് പൊതുവിലുള്ള വിശ്വാസം. എല്ലാവർക്കും ഉണ്ട്. എന്റെ പനി മാറി, നീ അവിടെ പോയി ഒന്ന് പ്രാർത്ഥിപ്പിച്ചോ, നിന്റെ പനി മാറും. അവനെ യേശുക്രിസ്തുവിനെ വിശ്വസിക്കും. എന്നിട്ട് അവനോട് ചോദിക്കുക, നീ എന്താ ശബരിമലയ്ക്ക് പോകണേ? എനിക്ക് യേശുക്രിസ്തുവിനെ വലിയ വിശ്വാസമാണ്, ശബരിമലയിൽ പോയില്ല. എനിക്ക് ആരെയും പടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതാണ് പൊതുവിശ്വാസം. ബൈബിൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ പറയാ? ഈ 2 വിശ്വാസത്തിൽ നിന്നും വ്യക്തി യേശുക്രിസ്തുവിനെ മാത്രം രക്ഷിതാവായി സ്വീകരിച്ച് യേശുക്രിസ്തുവിനെ അനുസരിക്കാൻ തീരുമാനിച്ച് ബൈബിൾ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന് ബൈബിൾ പറയുന്ന പോലെ സാക്ഷിയായി ജീവിക്കുന്നവനാണ് ആര്? ബൈബിൾ വിശ്വാസം. ഇപ്പൊ എന്റെ മോള്, എനിക്ക് 2 പെൺമക്കളുണ്ട്. അവര് കർത്താവിനെ അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ അവര് ബ്രദർ വിശ്വാസിയാവും. ബ്രദറൻ വിശ്വാസി. എന്റെ മക്കള് ബ്രദറൻ വിശ്വാസികളാ. എന്താണ്? പണ്ടൊരു തമിഴനൊരു മീൻ പിടിച്ച് ഭാര്യയ്ക്ക് കൊടുക്കും. ഇത് കറി വെക്കണമെന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു മുക്കവനാണ്. ഈ പെണ്ണ് മുക്കവ സ്ത്രീയല്ല, വേറെ സ്ഥലത്ത് നിന്ന് കല്യാണം വെച്ചു. തമിഴൻ കൊണ്ട് കൊടുത്തിട്ട്, ഇതെന്റെ സാറ് പഠിപ്പിച്ച കാര്യമാണ്. അപ്പോ ഈ തമിഴൻ പോയി ഈ കറി വെച്ചു. ഈ തമിഴൻ തിരിച്ചു വന്നപ്പോ ഈ പെൺകുട്ടി കറി വെച്ചിട്ടുണ്ട്, ഇത് വായിൽ വെക്കാൻ പറ്റൂല, ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ തന്നെ കറി വെച്ചേക്കാം. നീ അതെന്താ ചെയ്തത്? അപ്പൊ ഈ പെണ്ണ് പറഞ്ഞു, പുറന്തതേ വെള്ളത്തിൽ, വളർന്നതേ വെള്ളത്തിൽ, ഇനി എതുക്ക് ഇതിനെ നന്നാക്കണം ചെയ്യണം, അത് അങ്ങനെ തന്നെ കറി വെച്ച് കഴിച്ചോ. നമ്മൾ ജനിച്ചതേ ബ്രദറിൽ, വളർന്നതേ ബ്രദറിൽ, നമുക്ക് പിന്നെ എന്തിനാ നമ്മൾ രക്ഷിക്കപ്പെടണേ? നമ്മൾ ആരാ അല്ലേ? ഈ ഒരു മനോഭാവത്തിൽ പോയ സാക്ഷി പോയിട്ട് കൊണ്ടുപോകില്ല. അപ്പൊ അതുകൊണ്ട് നാം രക്ഷിക്കപ്പെടുന്ന ബ്രദറായാലും കൊള്ളാം, പെന്തക്കോസിലായാലും കൊള്ളാം, ഏത് തമ്പുരാന്റെ മക്കളായാലും കൊള്ളാം. എന്റെ പ്രിയപ്പെട്ടവരെ, രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ മതവിശ്വാസിയായിട്ട് തുടരാം. മരിക്കുമ്പോ പാട്ടൊക്കെ പാടിക്കൊണ്ട് കുടിച്ചു. കല്ലറയെ വേദിക്കുന്ന ശബ്ദം കേൾക്കുമ്പോ ആളുണ്ടാവില്ല. തപ്പി നോക്കിക്കോ, പലരും അങ്ങ് കാണില്ല. മനസ്സിലായോ? അത് നമ്മൾ ഇപ്പോഴേ ശ്രദ്ധിക്കാം. ഞാൻ ഇറങ്ങി വരാം. അങ്ങനെ പോയാൽ നമ്മുടെ സമയം കിട്ടൂല. ശരി, അങ്ങനെ നാം ഇല്ലെങ്കിൽ ആ വ്യക്തി ഒരു മതവിശ്വാസിയായി. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മിൽ വ്യാപരിക്കണം, രക്ഷിക്കപ്പെട്ട വ്യക്തിയിൽ വ്യാപരിക്കണം. ഈ ശക്തി എങ്ങനെയാണ് നമുക്ക് ലഭിച്ചത്? ഇനിയുള്ള വാക്യങ്ങൾ ഞാൻ പറഞ്ഞു പോകാൻ, നോട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. നിങ്ങൾക്ക് അറിയുന്ന വാക്യം യോഹന്നാന്റെ സുവിശേഷം 14:16 പറഞ്ഞു, ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ കാര്യസ്ഥനെ എന്നേക്കും ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അവിടെ പറഞ്ഞ 14:16 വാക്യം തെറ്റില്ലാതെ അവിടെ നിങ്ങൾ നോക്കിക്കൊള്ളുക. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ എന്നേക്കും ഇരിക്കേണ്ടതിന്. 2 ദിവസം കഴിയുമ്പോൾ വന്നു പോണ പരിപാടി ആർക്കില്ല. പാട്ട് പാടുമ്പോൾ വരികയും പ്രസംഗം കേൾക്കുമ്പോൾ വരികയും അത് കഴിയുമ്പോൾ വീട്ടിൽ പോവുകയും ചെയ്യുന്ന പരിപാടിയല്ല പരിശുദ്ധാത്മാവ്. കർത്താവ് പറഞ്ഞു എന്നേക്കും ഇരിക്കും, ഒരിക്കലും മാറ്റം വരികയില്ല, മാറിപ്പോകുകയില്ല. രക്ഷിക്കപ്പെട്ട വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് മാറിപ്പോകുകയില്ല, എന്നേക്കും ഇരിക്കും. അത് എവിടെയാണ് ഇരിക്കുക എന്നൊന്നും പറയാൻ വിശദീകരിക്കാൻ സമയം പോരാ. എന്ന് പറഞ്ഞാൽ ഒന്ന് ചുരുക്കി പറയാം, ഒരു വ്യക്തി യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ ആൾക്കാരെ കാണിക്കാനും തവക്കാരെ കാണിക്കാനും രക്ഷിക്കപ്പെട്ടാൽ നടക്കില്ല. ആത്മാർത്ഥമായിട്ട് പാപബോധം വന്ന് യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ പിതാവ് പുത്ര പരിശുദ്ധാത്മാവാകുന്ന സ്വർഗത്തിലെ ദൈവം പരിശുദ്ധാത്മാവ് ഈ വ്യക്തിയുടെ ഉള്ളിലേക്ക് വന്നിട്ട് ഇവന്റെ ഉള്ളിലുള്ള മനുഷ്യാത്മാവും ദൈവാത്മാവും കൂടെ ഒന്നായിത്തീരും. അതാണ് പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യ ജീവൻ. 6:17 അവിടെ പറഞ്ഞു, കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏക ആത്മാവ്. അവിടെ പറഞ്ഞിരിക്കുന്ന വേശിയോട് പറ്റിച്ചേരുന്ന അവളുമായി ഏക ശരീരമാകുന്നു എന്ന് പറഞ്ഞിട്ട് കൊരിന്ത്യരോട് പറയാണ്,
നിങ്ങൾ കർത്താവിനോട് പറ്റിച്ചേരുക. രക്ഷിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവും മനുഷ്യന്റെ ആത്മാവും കൂടെ ഒന്നായി തീർന്നു. ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ആത്മീയമായി മരിച്ചു കിടന്ന ആത്മാവും പരിശുദ്ധാത്മാവും കൂടെ ഒന്നായി തീർന്നു. അതാണ് കർത്താവ് പറഞ്ഞത്, എന്നേക്കും ഇരിക്കും, പിരിഞ്ഞു പോകുകയില്ല. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തി 5:15-8-9 നിങ്ങൾ വായിച്ച് നോക്കിക്കൊള്ളുക. അവിടെ ജാതികൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ച കാര്യമാണ്. നമുക്ക് തന്നതുപോലെ ജാതികൾക്കും പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചു. അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 15:8-9 അവിടെ പറഞ്ഞു. സംശയമുണ്ടെങ്കിൽ വായിച്ചു നോക്കാം. ഗലാത്യ ലേഖനം 4:6 എന്താണ് പറഞ്ഞിരിക്കുന്നത്? എല്ലാ വാക്യം വായിക്കാൻ നിന്ന് നമുക്ക് സമയമില്ല. അതുകൊണ്ട് ഗലാത്യ ലേഖനം 4:6 എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചു. ആത്മാവെന്ന ആ ഗിഫ്റ്റ്, ദൈവം രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചു. ദൈവം ആത്മാവിനെ നമുക്ക് നൽകി. 1 കൊരിന്ത്യർ 6:19 വായിക്കുന്നത് എന്താ? നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. 1 കൊരിന്ത്യർ 6:19. എഫെസ്യ ലേഖനം 1:14 എല്ലാ വായിക്കുകയാണ്. എഫെസ്യ ലേഖനം 1:14 അവിടെ എന്താ വായിക്കുന്നത്? നമുക്കൊന്ന് വായിക്കാം. എല്ലാ വാക്യം ഞാൻ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ വിചാരിക്കും. ഒരു വാക്യം നിങ്ങളോട് ഞാൻ കടമുണ്ട് കേട്ടോ. യോഹന്നാന്റെ സുവിശേഷം ഞാൻ വിശദീകരിക്കാം. എഫെസ്യ ലേഖനം 1:14 വാക്യം. തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പൂഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. മനസ്സിലായോ? അഡ്വാൻസ് കൊടുക്കല്ലേ കർത്താവ് നമുക്ക് വേണ്ടി? അഡ്വാൻസ് ആണ് കൊടുത്തത്. അഡ്വാൻസ് ആയിട്ട് കർത്താവ് എന്ത് കൊടുത്തു? ആദ്യം കർത്താവ് നമുക്ക് വേണ്ടി കുറച്ച് പിന്നെ തരാമെന്ന് പറഞ്ഞാണോ കൊടുത്തത്? അല്ല. കർത്താവ് എന്താ? സ്വന്തം രക്തം പൂർണ്ണമായി കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങിയിട്ട് നമ്മെ എന്ത് ചെയ്തു? സീൽ ചെയ്തു. പരിശുദ്ധാത്മാവിനാൽ രക്ഷിക്കപ്പെട്ടതാണോ ആ വ്യക്തിയെ ദൈവം പരിശുദ്ധാത്മാവിനെ സീൽ ചെയ്തു. രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ ഇല്ലയോ എന്ന് നമ്മൾ പരിശോധിക്കണം. അപ്പോ എഫെസ്യ ലേഖനം 4:30 എന്താ പറഞ്ഞത്? വീണ്ടെടുപ്പ് നാളിനായിട്ട് അല്ലെ? 4:30 പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, വീണ്ടെടുപ്പ് നാളിനായിട്ട് നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നു. അപ്പൊ ഇതിന് ആദ്യത്തെ വാക്യം ഏതായിരുന്നു? യോഹന്നാന്റെ സുവിശേഷം 14:16 എന്താ പറഞ്ഞത്? എന്നേക്കും ഇരിക്കേണ്ടതിന് എന്ത് ചെയ്യുന്നു? തരും. വിശ്വസിച്ച ഒരു വ്യക്തിക്ക് തരും. ഇനി അത് എവിടം വരെയാ സീൽ ചെയ്തിരിക്കുന്നത്? വീണ്ടെടുപ്പ് നാൾ. അതെപ്പോഴാ? റോമാലേഖനം 8:11 വായിച്ചു നോക്കി. അതെപ്പോഴാണ്? ആ വാക്യം തന്നെയായിരിക്കണം. റോമാലേഖനം 8:11 അല്ലെ? യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. മതി. യേശുവിനെ ശ്രദ്ധിക്കണേ. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഈ പ്രക്രിയ നടക്കുകയുള്ളൂ കേട്ടോ. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചത് ആരാന്ന് പറഞ്ഞോടെ? പരിശുദ്ധാത്മാവ്. അപ്പൊ പരിശുദ്ധാത്മാവ് തന്നെയാണോ യേശു ക്രിസ്തുവിനെ ഉയർത്തെന്നേൽപ്പിച്ച? വായിക്കണ്ട. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നിങ്ങൾ പരിശോധിച്ച് അവിടെ പത്രോസിന്റെ പ്രസംഗത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ദൈവം കാണിച്ചു തന്ന പുരുഷനായ നസ്രായനായ യേശുവിനെ നിങ്ങൾ ദൈവം തന്റെ മുൻനിർണയത്താലും സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. അടുത്ത വാക്ക്, ദൈവമോ മരണപാശങ്ങൾ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അപ്പൊ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു, പരിശുദ്ധാത്മാവ് ഉയർത്തെഴുന്നേൽപ്പിച്ചു. മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 18 വായിച്ചു നോക്കി കഴിഞ്ഞാൽ അവിടെ കർത്താവ് പറയാം, എന്റെ ജീവനെ കൊടുപ്പാനും അതിനെ തിരികെ പ്രാപിപ്പാനും എനിക്ക് അധികാരമുണ്ട്. അപ്പോ കർത്താവ് താൻ തന്നെ ഉയർത്തെഴുന്നേൽക്കുന്നു, പരിശുദ്ധാത്മാവ് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു, ദൈവം ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. പിതൃപുത്ര പരിശുദ്ധാത്മാവ്. ആ ആത്മാവിനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി റോമാലേഖനം 8:11 നോക്കുക. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 8:11 ഇനി നോക്കുക. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന. അപ്പൊ ഉയർപ്പിച്ചവൻ ആരാ? പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ്. 3 പേർക്കും പങ്കുണ്ട്. ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഇതപ്പോൾ വീണ്ടെടുപ്പ് നാളിലായി മുദ്രയിട്ടിരിക്കും. ആ വീണ്ടെടുപ്പ് നാളിൽ
അപ്പൊ നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചവരാണ്. അപ്പൊ അവിടെ ഞാനത് നിർത്തുകയാണ് അല്ലെ. സഭ ആത്മസ്നാനത്തിലൂടെ കടന്നുപോയി, നാം രക്ഷിക്കപ്പെട്ടു, സഭയോട് ചേർന്നു, നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു. നാം സഭയോട് ചേർന്നു, സഭയുടെ അവയവങ്ങളായി തീർന്നു. ഇനി കർത്താവ് ഇന്ന് സഭയിലുള്ള, നീ കുവൈറ്റിലായാലും ശരി, കേരളത്തിലായാലും ശരി, ലോകത്തിൽ എവിടെയായാലും ശരി, രക്ഷിക്കപ്പെട്ട ദൈവമക്കളോട്, കർത്താവിനെ ആരാധിക്കുന്ന ദൈവമക്കളോട് ദൈവത്തിന്റെ വചനം പ്രതിപാദിക്കുകയാണ്. നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ ആരാകണം? നിങ്ങൾ ആരാകണം? അപ്പൊ നമുക്ക് എന്ത് ലഭിച്ചിട്ടുണ്ട്? പരിശുദ്ധാത്മാവിനെ ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് വേണം? ഈ ശക്തി നമ്മിൽ എന്ത് ചെയ്യണം? നിറയണം. ആത്മസ്നാനം ആവർത്തിക്കപ്പെടുന്നില്ല, പക്ഷെ ആത്മനിറവ് ആവർത്തിക്കപ്പെടും. ആത്മാവിന്റെ ശക്തി വ്യാപരിക്കുന്നത് ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അത് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിലാണ്. മനസ്സിലായോ? അപ്പൊ ഇനി നിങ്ങൾ സാക്ഷികളാകണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? ശക്തി. എന്തിനാ ശക്തി? നമുക്ക് അത് നോക്കിയിട്ട് വേണമല്ലോ ഈ ശക്തി എങ്ങനെ കിട്ടുകയെന്ന് അറിയാം. എന്തിനു വേണ്ടിയാണ് ഈ ശക്തി നമ്മിൽ വ്യാപരിക്കേണ്ടത്? ഈ ശക്തി എന്തിനാ? നമ്മളെ കാര്യം നടത്താനാണ്. ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് ആവശ്യമില്ലല്ലോ അല്ലേ? ആ ശക്തി പരിശുദ്ധാത്മാവിന്റെ ശക്തി ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ അത് ഉപയോഗിച്ച് ചെയ്യാൻ നമുക്കൊന്നുമില്ല. നമുക്ക് വേറെ കുറെ 100 കൂട്ടം കാര്യം നടക്കുക. നമ്മുടെ അത് കാരണമാണ് ഫുഡ്. അയ്യോ, നമ്മള് ഭക്ഷണം കഴിക്കണേ എന്തിനാ? എനിക്ക് കുറച്ച് സുഹൃത്തുക്കളുണ്ട്, കണ്ടാ പേടിയാവും. അവരുടെ ഒരു കൈയുടെ അത്ര ഉള്ളൂ ഞാൻ. ഇവന്മാർ എന്നെ പൊക്കിക്കൊണ്ട് പോയിട്ടാണ്. ഞങ്ങൾക്ക് അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് ഫുട്ബോൾ കളിക്കാൻ. അപ്പൊ ഇവര് ഈ ഫുട്ബോൾ കളിക്കുന്ന ഗ്രൗണ്ട് സ്റ്റക്കായി. ഞങ്ങളുടെ MLA റവന്യൂ മന്ത്രി രാജേട്ടൻ ആള് പറഞ്ഞു, നമുക്കിത് 3 കോടി മുടക്കി വലിയൊരു ഗ്രൗണ്ട് ആക്കാം എന്ന് പറഞ്ഞു. ശരി, വലിയപ്പാണ് പറഞ്ഞതേ ഒരു കൊല്ലം ഇത് പൊളിച്ചിട്ടിരിക്കുക. പക്ഷെ നമുക്കവിടെ ഉറക്കം പറയാൻ പാടില്ല. ഒരു കാലത്ത് ഈ കൊടി എന്റെ തോളത്തിരുന്നത് കൊണ്ട് ഉറക്കം പറയാൻ പറ്റില്ല. ശരി, അങ്ങനെ ആയിക്കോട്ടെ. അവിടെ പണി നടക്കുകയാണ്. അപ്പൊ എല്ലാവരും കൂടി പറഞ്ഞു കളിക്കാൻ പോകാനൊക്കെ വന്നപ്പോ ഒരു പ്രശ്നം വന്നു. അപ്പൊ എല്ലാവരും ജിമ്മിൽ പോകാന്ന് പറഞ്ഞു. ഞാൻ എന്റെ ജീവിതത്തിൽ പോയില്ല ജിമ്മില്. അപ്പൊ ഇവന്മാരെല്ലാരും കൂടെ കാലത്ത് എന്നെ പൊക്കി ജിമ്മിൽ പോയി. ഞാൻ അന്തം വിട്ടു പോയി ജിമ്മ് കണ്ട. അന്നാണ് ഞാൻ ആദ്യം എനിക്കിത് അതിലൊക്കെ പോകാറുണ്ട്, പിള്ളേരെ അറിയാം, എല്ലാവരെയും അറിയാം. ഞാൻ ഈ അഭ്യാസത്തിന് ഇതുവരെ പോയിട്ടൊന്നുമില്ല. അപ്പൊ വേറെ പല കാര്യങ്ങളും ഞങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും ഈ മസിന് പരിപ്പിക്കുന്ന പരിപാടി നമുക്ക് അറിയില്ല, ചെയ്തില്ല. അപ്പൊ അവിടെ ചെന്നപ്പോഴാണ് ഇവന്മാരെ കലാപരിപാടി കാണുന്നത്. ഞാൻ ചോദിച്ചു, എടാ ബിബി, നമ്മുടെ സഹോദരനാണ്, വേറൊരു ചർച്ചിലെ നമ്മുടെ അല്ല, ഒരു ഇവാഞ്ചലിക്കല് സഭയിലെ ഒരു സഹോദരനാണ് ഇത് നടത്തുന്നത്. നല്ലൊരു സഹോദരനാണ്. അപ്പൊ ആ സഹോദരനോട് ഇത് എന്താ ഈ സംഭവം, ഇത് എങ്ങനെ ഇതൊന്ന് പറഞ്ഞു തന്നു. ഇവർ വ്യായാമം ചെയ്യുന്നുണ്ട്, നമ്മൾ അത്യാവശ്യം വ്യായാമമൊക്കെ ചെയ്തിട്ട് പോലും. പക്ഷെ ഇവരുടെ മസില് വലുതാക്കാൻ അവിടെ വെച്ചിരിക്കുന്ന ഫുഡിന്റെ ഡീറ്റെയിൽസും ഇവർ ചെയ്യുന്ന കാര്യങ്ങളും ഇത് എന്തിനാണ്? ഇവരുടെ ശക്തിക്ക് ഇത് കാണിക്കണം, അതിന് പ്രദർശനം. ഇതിന്റെ ഇടയ്ക്ക് അവിടെ എങ്ങാണ്ട് തെങ്ങ് കയറാൻ ഒരു ബംഗാളി വന്നു. ഇവന്റെ ബോഡി കണ്ടപ്പോ അവർക്ക് ഭയങ്കര ബുദ്ധി. അവനെ പിടിച്ച് മത്സരത്തിന് കൊണ്ടുപോയി. ഇവനൊന്നും അറിയില്ല. ഇവനോട് പറഞ്ഞു, നീ ഇങ്ങനെ നിന്നോളാം. അവനങ്ങനെ നിന്ന് ഫസ്റ്റ് പ്രൈസ് കിട്ടി. അവന്റെ ഫോട്ടോയെ അവിടെ വെച്ചു. ഞാൻ നിങ്ങൾ ഈ തിന്നിട്ട് ഒരു ശക്തി ഇല്ലാതെ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടില്ല, അവനെ നീ കണ്ടുപിടിക്കണം. അവൻ തെങ്ങ് കയറുന്ന ഇതാണ് അവിടെ നടക്കണമെങ്കിൽ. ഇവരെന്തിനു വേണ്ടിയായിരുന്നു? എന്തിനു വേണ്ടി? പ്രദർശിപ്പിക്കാൻ, അവരുടെ ശക്തി പ്രദർശിപ്പിക്കാൻ. നിങ്ങൾ കണ്ടിട്ടില്ലേ? പ്രദർശിപ്പിക്കാൻ. അതിന് വേണ്ടി അവർ ഫുഡ് എന്തോരം കഴിക്കണമെന്ന് അറിയോ? അയ്യോ, അവർ കഴിക്കണ ഫുഡ്, പ്രോട്ടീന്റെ ആഹാരങ്ങൾ, അവർ മുട്ടയുടെ അത് കഴിക്കണം, ഇത് കഴിക്കണം. നിങ്ങൾ കഴിച്ചോളാൻ പറഞ്ഞു, നമുക്ക് നേരമില്ല എന്ന് പറഞ്ഞാൽ അവർ ആ ശക്തി വെളിപ്പെടുത്തുവാനായിട്ട്. പ്രിയപ്പെട്ടവരെ, അവരുടെ ശക്തി ഉപയോഗിച്ച് അവരെന്താ ചെയ്യണേ? ലോകത്തിന്റെ പ്രശംസ നേടിയെടുക്കുവാൻ. അവരുടെ ശക്തി ലോകത്തിന്റെ മുമ്പാകെ അവതരിപ്പിച്ചിട്ട് അവർക്ക് ട്രോഫി കിട്ടണം. അവനാണ് ഏറ്റവും വലിയ ശക്തിമാൻ അല്ലേ? അത് പ്രദർശിപ്പിക്കാൻ. ഈ ശക്തി എന്തിനാണ്? പരിശുദ്ധാത്മാവിന്റെ ശക്തി. നമുക്ക് ആവശ്യമുണ്ടോ? ഇത് നമുക്ക് ആവശ്യമുണ്ടോ? ഇപ്പൊ പറയാൻ ഞാൻ ആവശ്യം വേണമെന്നുള്ളത് അല്ലേ? നമുക്ക് അതൊന്നും ആവശ്യമില്ല. നമുക്ക് 10 പുത്തനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വീടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജീവിക്കാൻ, ഞാൻ പറഞ്ഞു വലിയ റിച്ച് ആയിട്ടുള്ള ഇതല്ല, അത്യാവശ്യം ജീവിക്കാൻ. എന്നോട് അത്ര പേര് അത് മതി പറയാം, ഇങ്ങനെയൊക്കെ ജീവിച്ചു പോയാൽ മതി. മതി. ഈ ശക്തി അങ്ങനെ ജീവിച്ചു പോകാനല്ല. ഈ ശക്തി എന്തിനാണ്? 2 കൊരിന്ത്യർ 6:14-17 ഈ ശക്തി എന്തിനാണെന്ന് അവിടെ പറഞ്ഞത്. 1 കൊരിന്ത്യർ 6:14-17. എന്നാൽ ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മയും തന്റെ ശക്തിയാൽ ഉയർപ്പിക്കും. 2 കൊരിന്ത്യർ 6:14-17. 2 കൊരിന്ത്യർ
നിങ്ങൾ അവിശ്വാസികളോട് അവിശ്വാസികളോട് ഇണയില്ലാപ്പണം കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളിനോട് എന്തൊരു കൂട്ടായ്മ, ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം, അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി. 17 വരെ. ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത, നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കും, അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവും ആകും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. ഇസ്രായേലിനോട് പറഞ്ഞു തന്നെ പുതിയ നിയമസഭയോട് പറയാം. എന്തിനാണ് ഈ ശക്തി നമുക്ക് ലഭിക്കുന്നത്? ഒന്നാമത്തെ കാര്യം വേർപാടനുഷ്ഠിക്കാൻ. ഒന്നാമത്തെ കാര്യം വേർപാട്. ലോക ജാതികളിൽ നിന്ന്, മറ്റുള്ളവരിൽ നിന്ന് വേർപാടനുഷ്ഠിക്കാൻ. നമ്മുടെ ആദ്യത്തെ പേരെന്നാന്നറിയാവോ? വേർപാടുകാരി. വേർപാടുകാരി. കേരളത്തിൽ വേർപാടുകാരി എന്ന് പറഞ്ഞാൽ എന്താ വേർപാട്? ഞാൻ കേട്ടിട്ടുണ്ട്, എന്റെ ഐസക് സാറ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. വേർപാടുകാരി എന്ന് പറഞ്ഞാൽ മുറിച്ചാ മുറികൂടില്ല, കർശനമായിരുന്നു അവർ. മറ്റുള്ളവരോട് ഈ ലോകത്തിലെ ഒരു കാര്യത്തിലും യോജിക്കാത്തവർ. തല പോയാലും, ഇനി മരിക്കുകയാണെന്ന് പറഞ്ഞാലും പാപത്തോടും ഈ ലോകത്തിലെ ജാതികളുടെ ആചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടും അവരോട് ചേർന്ന് നിൽക്കാതെ വേർപെട്ട് നിൽക്കുന്ന ഒരു വിഭാഗമായിരുന്നു നമ്മുടെ പൂർവികർ. നമ്മുടെ അതിന്റെ കെട്ടുകൾ മെല്ലെ അഴിച്ച് എല്ലാവരും തോളത്ത് കൈയിട്ട് ഇപ്പൊ നമ്മൾ പാട്ട് പഠിച്ചിരിച്ച് ഈ വേർപാടിനെ മാറ്റിക്കളഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഒന്നാമത് ഈ ശക്തി ഉണ്ട്. എന്തിനാണ് ഈ ശക്തി എന്ന് ചോദിച്ചാൽ, ഒന്നാമത് വേർപാട് അനുഷ്ഠിക്കാൻ. എവിടെ നിന്ന്? ഈ ലോകത്തിൽ മറ്റുള്ളവരിൽ നിന്ന്, മറ്റുള്ള മതങ്ങളിൽ നിന്ന്, മറ്റുള്ള ആചാരങ്ങളിൽ നിന്ന്, മറ്റുള്ള കളിമേളങ്ങളിൽ നിന്ന്, മറ്റുള്ള എല്ലാ കലാപരിപാടികളിൽ നിന്നും വിശ്വാസികൾ വേർപെട്ട് നിൽക്കണമെങ്കിൽ ഈ ശക്തി വ്യാപരിക്കണം. ഒന്നാമത്തെ കാര്യം. ഓടിച്ചു പോട്ടെ. ഇനി നിങ്ങൾ പരിശോധിച്ചാൽ മതി. എഫെസ്യ ലേഖനം 4:17. എഫെസ്യ ലേഖനം 4:17 വായിക്കുന്നത് എന്താണ്? അവിടെ വായിക്കുന്നത്, ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യക്തബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. അതെ, രണ്ടാമത്തെ കാര്യം അവരോട് വേർപാട് വേണം. ഒന്നാമത്തെ കാര്യം വേർപാട് വേണം. രണ്ടാമത് അവര് നടന്നതുപോലെ ഇനി എന്ത് ചെയ്യരുത്? നടക്കാതിരിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ശക്തിയില്ലാത്തവൻ നടക്കും. ശക്തിയില്ലാത്തവന് തോൽപ്പിക്കാൻ പറ്റില്ലപ്പ. അവൻ നടക്കും. ശക്തി വ്യാപരിക്കാത്തവൻ നടന്നിരിക്കും. ശരി. മൂന്നാമത്തെ കാര്യം റോമാലേഖനം 8:13, 2 കൊരിന്ത്യർ 10:3-5, എഫെസ്യർ 6:10-12. അതിൽ ഏതെങ്കിലും ഒരു വാക്യം വായിച്ചാൽ മതി. എല്ലാം അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ കൊല്ലുക. വിശ്വാസികൾക്ക് കൊല്ലാനുള്ള അധികാരമുണ്ട്. നമ്മിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പാപത്തിന്റെ പ്രവൃത്തികളെ എന്ത് ചെയ്യാം? വചനം എന്ന ആത്മാവിന്റെ വാൾ ഉപയോഗിച്ച് മുറിച്ചു മാറ്റുക. അപ്പോൾ മൂന്നാമത്തെ കാര്യം പാപത്തോട് പോരാടി ജയിക്കാൻ. 2 കൊരിന്ത്യർ 10:3-5 നിങ്ങൾ വായിച്ചു നോക്കിക്കൊള്ളുക. എഫെസ്യ ലേഖനം 6:10-12 എന്താ വായിക്കുന്നത്? നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, പിന്നെ ആരോടാ? ഇപ്പൊ സത്യത്തിൽ പോരാട്ടം ആരോടാ? സാധാരണയൊക്കെ നമ്മൾ തോൽപ്പിച്ചിട്ടേക്കാണ്. ചവിട്ടി കൂട്ടി അവനെ മാറ്റി വെച്ച് അവൻ വരെ ഓടുക നമ്മളാണ് അല്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മളോട് ദൈവവചനം പറയുന്നത് മൂന്നാമത്തെ കാര്യം. ആ വാക്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യണേ. 2 കൊരിന്ത്യർ 10:3-5, എഫെസ്യർ 6:10-12. പാപത്തോട് പോരാടി ജയിക്കാൻ. എന്തിന്? ഈ ശക്തി നമ്മിൽ വ്യാപരിക്കേണ്ടത്. നാലാമത്തെ കാര്യം എന്താണ്? അപ്പോസ്തല പ്രവൃത്തി 1:8. എന്നിട്ട് വേണം എന്താവാൻ? അല്ലെങ്കിൽ സാക്ഷിയാവോ? നിങ്ങൾ പറ. വേർപാട് അനുഷ്ഠിക്കാത്ത ഈ ജാതികളെ പോലെ ജീവിച്ചേച്ച് പാപത്തെ തോൽപ്പിക്കാൻ പറ്റാതെ സാക്ഷ്യം പറയാൻ പോയാൽ എങ്ങനെയുണ്ടാവും? അവൻ വീട്ടിൽ ജീവിച്ചിട്ട് എന്ത് പ്രയോജനം? നാട്ടിൽ ജീവിച്ചിട്ട് എന്ത് പ്രയോജനം? നാട്ടിലും സാക്ഷിയില്ലാത്തവൻ സഭയിൽ വന്ന് ജീവിച്ചിട്ട് എന്ത്? വീട്ടിൽ സാക്ഷിയില്ലാത്തവൻ സഭയിൽ മുപ്പനായിട്ട് കയറുമ്പോ പിള്ളേര് ഇരുന്ന് ചിരിക്കും. വെറുതെ പറഞ്ഞല്ല. നാട്ടില് സാക്ഷിയില്ലാത്തവൻ
സഭയിലെ മൂപ്പനല്ല, അവൻ ഏറ്റവും വലിയ ബിഷപ്പായിട്ട് പുറത്ത് സുവിശേഷം പറയാൻ പോയെങ്കിൽ. അപ്പോ ഇത് തമാശകളിയല്ല പ്രിയപ്പെട്ടത്. ഇത് പറയുമ്പോൾ എനിക്കും ഭയമുണ്ട്. ഇത് പറയാൻ ഭയങ്കര എളുപ്പമാണ്, ജീവിക്കാൻ ഭയങ്കര എളുപ്പം. എന്ത് സുഖ പറയാം. ഇത് പറയുന്നവർക്കുള്ള, നമ്മളിത് പറയുന്ന പോലെ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുണ്ടല്ലോ, പിന്നിലെ ആ സ്ട്രഗിൾ, നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അത് വളരെയാണ്. നമ്മൾ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ എന്തുണ്ടാവും? കഷ്ടവും ഉപദ്രവവും ഉണ്ടാവുന്ന പറയാം. കഷ്ടം മാത്രമല്ല, എന്തുണ്ടാവും? ഉപദ്രവം. ആരുടെ ഉപദ്രവം? എല്ലാവരുടെ ഉപദ്രവം ഉണ്ടാവും ഭക്തിയോടെ ജീവിക്കാൻ ശ്രമിക്കും. അപ്പോൾ ഈ ശക്തി വ്യാപരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ജീവിക്കണം. ഇതിനു വേണ്ടി ഈ ശക്തി വ്യാപരിക്കട്ടെ. ഞാൻ മുഖവരി പറഞ്ഞെന്ന് മാത്രം. ശരി, ഇനി എന്താണ് സാക്ഷി എന്നുള്ളത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും. അപ്പൊ നിങ്ങൾ എന്താകണം ഈ ശക്തി വ്യാപരിച്ചിട്ട്? അപ്പൊ സാക്ഷിയാകണേ എന്തൊക്കെ വേണം? കറ തീർന്ന വിശ്വാസിയായിട്ട് ജീവിക്കണം. കറ തീർന്ന വിശ്വാസി എന്ന് പറഞ്ഞാൽ അനുസരിക്കാൻ തയ്യാറാകണം. അപ്പോ എന്താണ് സാക്ഷി എന്ന് പറഞ്ഞു. എന്താണ് സാക്ഷി എന്നുള്ളത് ഞാൻ അന്ന് പറഞ്ഞു പോയാൽ മാത്രമല്ല, അതിനൊരു തെളിവ് വേണ്ടേ. 1 യോഹന്നാൻ 1:1 മുതൽ 3 വരെ വായിച്ചു നോക്കി. അവിടെ പറഞ്ഞിട്ടുണ്ട്, അവരാ സാക്ഷി പറഞ്ഞു. അവരാണ് സാക്ഷികൾ, അല്ലെ? 1 യോഹന്നാൻ 1:1 മുതൽ 3. ആദ്യം മുതലുള്ളതും, ശ്രദ്ധിച്ചോ, ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ടു സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെയിരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. അടുത്ത വാക്യം, ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാകുന്നു. ഇത് പരിശുദ്ധാത്മാവിനാലാ ഇത് പറയുന്നത്, എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവെന്ന വാക്ക് അവിടെ വരാം. അപ്പൊ നിങ്ങൾ നോക്കുക, സാക്ഷി എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ യഥാർത്ഥ സാക്ഷികൾ ആരാ? കണ്ടവർ, കേട്ടവർ, അനുഭവിച്ചവർ, തൊട്ടു നോക്കിയവർ. അവരാണ് ആരായിത്തീർന്നത്? സാക്ഷികളായിത്തീർന്നത്. അവരാണ് സാക്ഷികൾ പ്ലസ് രക്തസാക്ഷികൾ. നമുക്കറിയാം, കർത്താവിന്റെ കൂടെ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു, ആയിരക്കണക്കിന് ആളുകൾ. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, സാക്ഷിയാകാൻ എത്ര പേരുണ്ടായിരുന്നു? അപ്പം തന്നെ ആയിരക്കണക്കിന് പേർ. രോഗം സൗഖ്യമാകാൻ എത്രയോ പേർ, ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ സാക്ഷിയാകുവാനായിട്ട് എത്ര പേരുണ്ടായിരുന്നു? പിന്നീട് നാം കാണുന്നത് 12 പേരേ ഉള്ളൂ, അല്ലെ? അപ്പോസ്തലന്മാരെ കാണാനുള്ളൂ. അത് കഴിഞ്ഞിട്ട് ആളുകൾ ഉണ്ടായി. ഞാൻ പറയുന്നത്, യഥാർത്ഥ സാക്ഷിയാകണമെങ്കിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നാം എന്ത് ചെയ്യണം? വ്യക്തമായി പാലിക്കണം. അല്ലാതെ പറ്റില്ല. ഇപ്പോ നിങ്ങൾക്ക് മനസ്സിലാവില്ല, നമ്മള് ഫുട്ബോൾ കളിക്കുകയാണെങ്കിൽ, അറിയുന്നത് കൊണ്ട് അത് പറയുന്നത്, മറ്റു കളികളൊക്കെ അങ്ങനെ തന്നെയാണ്. ഇത് കോച്ചിങ് തരുന്ന ആള് പറയുന്നത് അനുസരിച്ച് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്തായി? ഒരു ടീം, വലിയ ടീം, എന്തിനാ കോച്ചിങ്ങിന് ആളെ വെച്ചിരിക്കണേ? അത് പിന്നെ എല്ലാവർക്കും തോന്നണ ചേച്ചി വന്നിട്ട് വേണ്ടി വിളിച്ചപ്പോ കോച്ചിങ് വെച്ചാൽ അതിന് ചില നിയമങ്ങളുണ്ട്, അതിന് ചില വ്യവസ്ഥകളുണ്ട്. ഓരോ വ്യക്തികളുടെയും പൾസ് അറിയുന്നവനാണ് കോച്ചിങ് കൊടുക്കുന്ന ആള്. ഓരോ കളിക്കാരന്റെയും സ്റ്റാമിന അറിയാം, അവന്റെ തിങ്കിങ്, അവന്റെ ചിന്തകൾ എന്താണെന്ന് ഈ വ്യക്തിക്ക് അറിയാം. എല്ലാം അറിയുന്ന ആളാണ് അത് ക്രമീകരിക്കുക. എല്ലാത്തിനും അടക്കും ചിട്ടയും നിയമവും ഉണ്ട്. അങ്ങനെ ഈ 11 പേരോ 12 പേരോ അല്ലെങ്കിൽ 7 പേരോ 5 പേരോ ഇവര് ഒരുമിച്ച് ചേർന്ന് ഈ നിയമങ്ങൾ പാലിച്ച് കളിക്കുമ്പോഴാണ് എന്ത് ചെയ്യുക? വിജയത്തിലേക്ക് പോകാനായിട്ട്, വിജയിക്കുവാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, നാം സാക്ഷിയാകണമെങ്കിൽ ദൈവവചനം വെച്ചിരിക്കുന്ന ചില വ്യവസ്ഥകളുണ്ട്. അത് മനഃപൂർവ്വം നാം അനുസരിക്കാൻ മനസ്സ് വെക്കണം. നാം അനുസരിക്കാൻ മനസ്സ് വെക്കാത്തടത്തോളം കാലം നമുക്ക് വിജയിക്കാൻ കഴിയില്ല. എന്നും തോൽവി ഉണ്ടാകുകയുള്ളൂ. ഫൈനലിൽ നാം തോറ്റുപോകും. നാം ഫൈനലിൽ തോറ്റുകൊണ്ടിരിക്കുക. നാം ഫൈനലിൽ വിജയിക്കണം. ഇപ്പോൾ ഫൈനലാണ്, ലാസ്റ്റ് ഗെയിമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയുമോ? ലാസ്റ്റ് ഗെയിം, ഇത് ഫൈനലാണ്. ഇവിടെ നാം ജയിച്ചില്ലെങ്കിൽ പരാജയത്തിലേക്ക് പോകും. അതുകൊണ്ട് ഈ
ദൈവശക്തി നമ്മിൽ വ്യാപരിക്കും. ഈ ശക്തി ലഭിച്ചത് കൊണ്ടാണ് അപ്പോസ്തലന്മാർ ആരായി തീർന്നത്? സാക്ഷികൾ, രക്തസാക്ഷികളുമായി തീർന്നത് അല്ലെ? അപ്പോസ്തല പ്രവൃത്തി 2:14 മുതൽ 17 വരെ വായിക്കുന്നില്ല. അവിടേക്ക് നിങ്ങളെ കൊണ്ടുവന്നിട്ട് ഞാൻ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ. അപ്പോസ്തല പ്രവൃത്തി 2:14 മുതൽ 47 വരെ ഈ ശക്തി ലഭിച്ചപ്പോ അവിടെ അപ്പോൾ പത്രോസ് 11 പേരോട് കൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്. അതുവരെ പത്രോസ് എവിടെയായിരുന്നു? പത്രോസിന്റെ ശബ്ദം കേൾക്കാനില്ലായിരുന്നു. ശക്തി വ്യാപരിച്ചപ്പോൾ 11 പേരോട് കൂടെ പത്രോസ് നിവർന്നു നിന്നുകൊണ്ട് പത്രോസ് വളരെ ശക്തമായിട്ട് പ്രസംഗിക്കാൻ തുടങ്ങി. അതിന്റെ 47-ാം വാക്യം വരെ നിങ്ങൾ വായിച്ചു നോക്കുക. പത്രോസിന്റെ അതിശക്തമായ പ്രസംഗമാണ്. എന്താ നടന്നേ? എത്ര പേരെ രക്ഷിക്കപ്പെട്ടെ? വിദ്യാഭ്യാസമില്ലാത്തവൻ അല്ലെ? വിദ്യാഭ്യാസം ചെയ്യാത്തവൻ, കടലിൽ മീനെ മാത്രം വലയെറിഞ്ഞ് പിടിച്ചുകൊണ്ടിരുന്നവൻ, സംസ്കാരമില്ലാത്തവൻ, ഗലീലയിൽ കിടന്നവൻ, ഇങ്ങനെയുള്ള ഒരു വ്യക്തി ഇവിടെ നോക്കുക. പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിച്ചപ്പോൾ പത്രോസ് പ്രവർത്തിച്ചു. ഞാൻ തെളിവുകൾ തരികയാണ്. 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 15 വരെ നിങ്ങൾ വായിച്ചു നോക്കിക്കൊള്ളുക. അവിടെ പറഞ്ഞു, ഒരിക്കൽ പത്രോസ് യോഹന്നാൻ 9-ാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ അവിടെ നടന്ന സംഭവം. ഉടന്തനായ മനുഷ്യൻ ചാടി എഴുന്നേറ്റു. അതിനോടുള്ള ബന്ധത്തിൽ ഈ 3-ാം അധ്യായം നിങ്ങൾ 1 മുതൽ 15 വരെ വായിച്ചു നോക്കണം. അവിടെ യഹൂദന്മാരുടെ മുഖത്ത് നോക്കി വളരെ ശക്തമായിട്ട് പൗലോസ് പറയുന്ന വാക്കുണ്ട് ധൈര്യത്തോടെ. എന്താ പറയണെന്നറിയോ? അവിടെ പറയാണ്, അബ്രാഹാമിന്റെ ഇസഹാക്കിന്റെ 13-ാം വാക്യം, യാക്കോബിന്റെ ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി അവനെ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തു. ഇത് എവിടെ നിന്ന് ഈ ധൈര്യം കിട്ടിയത്? കഴിഞ്ഞ ദിവസം, ചില ദിവസങ്ങൾക്ക് മുമ്പ് പത്രോസ് ഞാൻ ഇവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞ ഭയപ്പെട്ട് പേടിച്ച്, പ്രിയപ്പെട്ടവരെ, ആ യഹൂദന്റെ മുഖത്ത് നോക്കി അതിശക്തമായിട്ട് പറയുകയാണ്, നിങ്ങൾ ക്രൂശിച്ചു വന്ന. ഈ ശക്തി എവിടെ വ്യാപരിച്ച് ലഭിച്ചു. ഈ ശക്തി ലഭിച്ചു. ശരി, ഏറെ പറയാനുണ്ടെങ്കിലും അപ്പോസ്തല പ്രവൃത്തി 4:1 മുതൽ 12 വരെ നിങ്ങൾ നോക്കുക. അവർ ജനത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മഹാപുരോഹിതന്മാരും ദേവാലയത്തിലെ പടനായകനും സദൂക്യനും അവിടെ നേരെ വന്നു. അവർ ജനത്തെ ഉപദേശിക്കാലും മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനത്തെ യേശുവിന്റെ അങ്ങനെ പറയുകയാലും നീരിസപ്പെട്ടു. അവരെ പിടിച്ച് തടവിലാക്കി. എന്നാൽ അതിന്റെ 7-ാം വാക്യം, ഇവർ അവരെ നടുവിൽ നിർത്തി. അത് ഏതു ശക്തി കൊണ്ട്, ഏതു നാമത്തിലോ നിങ്ങൾ ഇത് ചെയ്തു എന്ന് ചോദിച്ചു. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി എന്ന് അവരോട് പറഞ്ഞത്. ഇതാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ നിറവ്. പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിൽ വ്യാപരിച്ചു. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. അടിയാണ്, അടി. ചിലപ്പോ വാള് തന്നെ വരാം. അതിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് യേശുക്രിസ്തു മാത്രം ദൈവമെന്ന് താൻ പ്രഖ്യാപിച്ചു. പ്രിയപ്പെട്ടവർ, ഇത് ഞാൻ അതിന്റെ ഉദാഹരണങ്ങളാ ചൂണ്ടിക്കാണേ. ഇനി നമ്മിലേക്ക് ഇത് വ്യാപരിക്കേണ്ട കാര്യത്തിലേക്ക് വരണുള്ളൂ കേട്ടോ. ഇത് അവരിൽ വ്യാപരിച്ച കാര്യം നിങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കുക. വ്യാപരിച്ചു. പത്രോസ് അതിധൈര്യമായിട്ട്. ഇവർക്ക് എവിടെ നിന്ന് കിട്ടി ധൈര്യം? ഇതിന്റെ ചരിത്രപശ്ചാത്തലം പഠിച്ചാലേ നമുക്കത് മനസ്സിലാകുള്ളൂ. പ്രിയപ്പെട്ടവരെ, അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു യഹൂദൻ. അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു റോമാക്കാർ. അവർക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ദുഃഖിതരായിരുന്നു. പ്രത്യേകിച്ച് ഗലീലക്കാരെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ കാലത്ത് 3 ജില്ലയുണ്ടായിരുന്നു: ഗലീല, ശമര്യ, യഹൂദ്യ. ഈ 3 ജില്ലയിൽ, ഗലീല ജില്ലയിൽ ഒരിക്കലും യഹൂദന്മാർ തിരിഞ്ഞു നോക്കിയില്ല. അവിടെയുള്ള യഹൂദന്മാർ അധകൃതരും കൊലപാതകന്മാരും വളരെ മോശമായ ആൾക്കാർ ജീവിക്കുന്ന ഗലിയാണിത്. ഗലീല എന്ന് പറയുന്ന ജില്ല ആ കാലഘട്ടത്തിൽ. പക്ഷെ അവിടെ നിന്നാണ്, നസറേത്തിൽ നിന്നാണ് നന്മ വന്നത്, യേശുക്രിസ്തു വന്നത്. അതുകൊണ്ടാണ് ഇവരൊന്നും അംഗീകരിച്ചില്ല. ഈ ശിഷ്യന്മാരുടെ ഒക്കെ ഒരുവിധം കൂട്ടമൊക്കെ ഗലീലയിൽ നിന്നാണ്. അപ്പൊ യഹൂദന്മാര് പരീശന്മാരും സദൂക്യന്മാരെയും ഒക്കെ കണ്ട ഇവർ ഒളിച്ചിരുന്നു. ഇതിലേക്ക് ചെല്ലില്ല. പണ്ട് ബ്രാഹ്മണന്മാരെ കാണുമ്പോൾ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രൻ കേരളത്തിലുണ്ടായിരുന്ന ചതുർവർഗ്ഗം ആ കാലഘട്ടങ്ങളിൽ വഴിമാറി നടന്നു പോയതുപോലെ ഇവരെ കാണുമ്പോൾ ഇവർ മാറി നിൽക്കും. അത്ര ഭയമായിരുന്നു, പേടിയായിരുന്നു. പക്ഷെ അവരുടെ മുഖത്ത് നോക്കി ചങ്കൂറ്റത്തോടെ ഇവർക്ക് എവിടെ നിന്ന് കിട്ടി ഇതായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് വരച്ചു കാണിക്കുകയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി. അത് അവരിൽ വ്യാപരിച്ചത് കൊണ്ടാണ് അവരങ്ങനെ സംസാരിച്ചത്. ശരി, അടുത്ത വാക്യം അപ്പോസ്തല പ്രവൃത്തി 6:8. അതാണ് നിങ്ങൾ പരിശോധിക്കുന്നത്. ശക്തിയും നിറഞ്ഞവനായ ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. മതി. ആരാ? സ്തെഫാനോസ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്തു സ്തെഫാനോസ്. അടുത്ത വാക്യം അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, 54:60.
6:54-60. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവന്റെ നേരെ പല്ലുകടിച്ചു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അവർ ഉറക്കെ നിലവിളിച്ച് ചെവി കൊത്തിക്കൊണ്ട് ഒന്നിച്ചു ചെന്ന് അവന്റെ നേരെ പാഞ്ഞു ചെന്ന് അവനെ നഗരത്തിന് പുറത്തു തള്ളി കല്ലെറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇവിടെ സ്തേഫാനോസിന്റെ രക്തസാക്ഷിത്വം, തന്റെ മരണം, കല്ലുകൊണ്ടുള്ള ഏറുകൊണ്ട് മരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സുഖമുള്ള, എല്ലാ മരണത്തിനും വ്യത്യസ്തമായ വേദനകളുണ്ട്. എന്നാൽ കല്ലിന്റെ പ്രകരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു മനുഷ്യനെ ഇവിടെ കിടത്തിയിട്ട് കല്ലുകളെടുത്ത ആ മനുഷ്യനെ എറിഞ്ഞു കൊല്ലണമെങ്കിൽ എന്തുമാത്രം പ്രഹരം ആ മനുഷ്യനെ ചെയ്യും. എങ്ങനെ അതിനെ അഭിമുഖീകരിച്ചു? എഴുന്നേറ്റ് ഓടാതെ കല്ല് വരുമ്പോൾ മുട്ടുകുത്തി സ്വർഗത്തിലേക്ക് നോക്കി നിൽക്കുവാൻ ആ മനുഷ്യനെ പ്രേരിപ്പിച്ച ശക്തി ഏതാണ്? പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ചിന്തിക്കുക. ഏതാണ് ആ ശക്തി? അവനെ കല്ലിനെ പൂമാലയാക്കി തീർക്കും, പൂക്കളുടെ ആ സൗരഭ്യവും അതിന്റെ തലോടലുമാക്കി തീർക്കുവാൻ തക്കവണ്ണം അവന്റെ മൈൻഡ് ഉയരങ്ങളിലേക്ക് പോയ ശക്തി. ശരീരത്തിന്റെ വേദന അറിയാതെ അവൻ ക്രിസ്തുവിനെ കണ്ട ശക്തി. അതാണ് ഏത് ശക്തി? പരിശുദ്ധാത്മാവിന്റെ ശക്തി. അതുകൊണ്ടാണ് ലോകത്തിലെ ക്രൈസ്തവ നഭവമണ്ഡലത്തിലെ ആദ്യത്തെ രക്തസാക്ഷി. അവന്റെ രക്തം താഴെ വീണ് കട്ട പിടിച്ച് കൂനനുറുമ്പുകൾ അതിനെ അരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അവന്റെ വസ്ത്രം സൂക്ഷിച്ച ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു അവിടെ. അവന്റെ വസ്ത്രം സൂക്ഷിച്ച ഒരു ചെറുപ്പക്കാരൻ. ആ ശക്തി പിന്നീട് അവനിൽ വ്യാപരിച്ചപ്പോൾ അതാണ് പൗലോസിന്റെ വിശ്വപ്രഖ്യാപനം, അവന്റെ ഒരു പുനരുത്ഥാനം. ഞാൻ അവസാനമായി എന്റെ ജീവൻ പാനീയയാഗമായി പകരപ്പെടുവാൻ ഒരുങ്ങിയിരിക്കും. ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല എന്ന് പൗലോസിന് കൊടുത്ത പ്രചോദനം. അതാണ് രക്തസാക്ഷിയായി തീർന്ന സ്തേഫാനോസിന്റെ മരണം. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? പ്രിയപ്പെട്ടവരെ, നമുക്കെന്ത് ശക്തി? ഈ ശക്തി, ആ ശക്തി ഒട്ടും വ്യത്യസ്തമല്ല, നമ്മിലും വ്യാപരിക്കും. ഒട്ടും വ്യത്യസ്തമല്ല. സ്തേഫാനോസ് ആയതുകൊണ്ട് വ്യാപരിച്ചതല്ല. ഈ ബിജുവിൽ വ്യാപരിക്കാൻ, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളിലും വ്യാപരിക്കുവാൻ, വ്യാപരിപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എന്നേ തയ്യാറാണ്. നാം തയ്യാറാണ്. ശക്തി നമ്മിൽ വ്യാപരിക്കണം. പ്രിയപ്പെട്ടവർ, ഈ ശക്തി നമ്മിൽ വ്യാപരിച്ചില്ലെങ്കിൽ തിന്നു കുടിച്ച് കണ്ടു കേട്ട് വിവാഹം കഴിച്ച് വിവാഹത്തിന് കൊടുത്ത് അപ്പം കുറിച്ച് തിന്ന് നമുക്ക് പോകാമെന്നല്ലാതെ ഒരു പ്രയോജനം വ്യക്തിപരമായി നമ്മളെ കൊണ്ട് സഭയ്ക്കോ ദൈവത്തിനോ ഉണ്ടാകിയിരിക്കാം. നമുക്കുണ്ടാകും. നമ്മുടെ തലമുറകൾക്ക് വരാം. പക്ഷേ പ്രിയപ്പെട്ടവരെ, ആത്മീകമായി ഉണ്ടാകില്ല. ഈ ശക്തി നമ്മിൽ വ്യാപിക്കാം. അങ്ങനെ രക്തസാക്ഷി. ഇനി 1 കൊരിന്ത്യർ 11:23-28, 12:9-10. ഇതാണ് സ്തേഫാനോസിന്റെ വസ്ത്രം പിടിച്ച പൗലോസ് പറഞ്ഞ വാക്കാണ്. ആ 11:23-28 വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ അവിടെ ഈ ശക്തി കൊണ്ട് പൗലോസ് അനുഭവിച്ചതാ പറയണേ. ആ ശക്തി ഉള്ളത് കൊണ്ട് ഞാൻ എന്തനുഭവിച്ചു? തല്ലും, കപ്പലിലെ ഛേദം അതനുഭവിച്ചു. കള്ള സഹോദരന്മാരാലുള്ളൂ. ഇവിടെ ഒരാള് ചിരിച്ചില്ലെങ്കിൽ നമ്മൾ സഭയിൽ പോകും. പൗലോസിനെ തല്ലി, ദീർഘനാള് പട്ടിണി കിടന്നു. നമ്മൾ ആര് പട്ടിണി കിടക്കും? ദീർഘനാൾ. അവിടെ ഞാൻ വിശദീകരിക്കുന്നില്ല. 1 കൊരിന്ത്യർ നിങ്ങൾ 11-23-28 വരെ വായിച്ചു നോക്ക്. എന്തെല്ലാം, എത്ര വട്ടം അടികൊണ്ടു, ശീതം, തണുപ്പത്ത് കിടന്നു, കപ്പൽ യാത്ര, എല്ലാം അനുഭവിച്ചു. എന്നിട്ട് പൗലോസ് പറയാ, ഇതൊക്കെ കൂടാതെ എനിക്ക് സർവ്വസഭകളെ കുറിച്ചുള്ള ഭാരമുണ്ട്. പൗലോസ് പറയാ. പ്രിയപ്പെട്ടവർ, ഇതെല്ലാം പൗലോസ് അനുഭവിച്ചത് എങ്ങനെയാണെന്നാണ് 12:9-10. അത് മാത്രം വായിക്കാം. ആ ഭാഗം 12:9-10. 2 കൊരിന്ത്യർ 12:9-10. ഞാൻ നേരത്തെ പറഞ്ഞത് 1 കൊരിന്ത്യരായിരുന്നു. സോറി. ഞാൻ ഈ തിരക്ക് പിടിച്ച് എഴുതുന്നതിൽ തെറ്റുപറ്റിപ്പോയതാണ്. നിങ്ങൾ ക്ഷമിക്കണം. 11:23 അത് നിങ്ങൾ നോക്കിയില്ലെങ്കിൽ ഞാൻ നോക്കിക്കോളൂ. 1 കൊരിന്ത്യർ 11:23 ഞാൻ പറഞ്ഞേ. ഞാൻ ബുദ്ധിപരമായി 2 കൊരിന്ത്യർ. ഓക്കെ, അപ്പൊ 2 കൊരിന്ത്യർ ഒന്ന് നോക്കിക്കോളാനാ പറഞ്ഞേ. ഞാൻ നേരത്തെ 1 കൊരിന്ത്യർ എന്നാണോ പറഞ്ഞത്? ഓക്കെ, തെറ്റുപറ്റിയെങ്കിൽ അത് നോക്കിക്കോളേ. ഈ കാര്യങ്ങളെല്ലാം താൻ ചെയ്തതാണ്
ആ 12-ാം അധ്യായത്തിന്റെ 9-10 എന്താ പറഞ്ഞേ? അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകൾ പ്രശംസിക്കും. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകും. ഈ ശക്തി ഏതാ? ഇതൊക്കെ സഹിക്കാൻ നമുക്കൊരു പനി സഹിക്കാൻ പറ്റും. സുവിശേഷത്തിന് വേണ്ടി നമ്മൾ പനിക്കണമൊന്നുമില്ല. സുവിശേഷത്തിന് വേണ്ടി ഉള്ള കഷ്ടമല്ല ഇത്. പൗലോസ് ഏതാ അനുഭവിച്ചേ? നമ്മൾ നമ്മുടെ ജോലിയുടെ കാര്യത്തിലും പിള്ളേരുടെ കാര്യത്തിലും നാട്ടിലെ കാര്യത്തിലും വീട്ടിലെ കാര്യത്തിലും നമ്മുടെ കാര്യങ്ങളിലും നമ്മൾ കഷ്ടം അനുഭവിക്കുന്നുണ്ട്. ആ കാര്യമല്ല പറഞ്ഞേ. ഇനി അതും അനുഭവിക്കണമെങ്കിൽ, അതിനെയും തരണം ചെയ്യണമെങ്കിൽ ഈ ശക്തി തന്നെ വേണം. നിങ്ങളെല്ലാവരും ഇപ്പൊ സുവിശേഷ പ്രവർത്തനത്തിന് പോകണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഏത് കഷ്ടത അനുഭവിക്കണമെങ്കിലും ഈ ശക്തി നമ്മിൽ വ്യാപരിക്കണം. പൗലോസ് അതുകൊണ്ടാണ് പൗലോസിൽ പ്രചോദനം നൽകിയത് രക്തമാണ്. ഒന്നാമത് യേശു ക്രിസ്തുവിന്റെ രക്തം, രണ്ടാമത് സ്തെഫാനോസ് ചൊരിഞ്ഞ രക്തം, മൂന്നാമത് ഈ ക്രിസ്തുവിന്റെ സ്നേഹം. ഈ ശക്തി തന്നെ വ്യാപരിച്ചപ്പോൾ താൻ ശക്തനായി. വാളിന്റെ മുമ്പിലേക്കൊക്കെ താൻ അതിശക്തിയോടെ നടന്നു എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു വിരുന്നുശാലയിലേക്ക് പോകുന്നത് പോലെ വലിയ പ്രസന്നതയോടെ താൻ ഓസ്ട്രിയൻ ഹൈവേയിലൂടെ നടന്നുപോയെന്നാണ് ചരിത്രം പറയുന്നത്. എവിടേക്കോ വലിയ ഒരു വീട്ടിലേക്ക് തന്റെ ആരെയോ കാണാൻ പോകുന്നത് പോലെ പൗലോസ് നടന്നുപോയി. ദുഃഖിതനായിട്ടല്ല. അതാണ് വിപ്ലവാത്മകരമായ ജീവിതം നയിച്ച രക്തസാക്ഷി പൗലോസ്. താൻ തലകുനിച്ചു കൊടുത്തു. തന്റെ പ്രാണപ്രിയന്റെ മാറിൽ ചേരുവാൻ താൻ തലകുനിച്ചു കൊടുത്തപ്പോൾ ഷാർപ്പായ റോമൻ പട്ടാളക്കാരന്റെ ആ വാളുണ്ടല്ലോ, മിന്നുന്ന വാള്, പ്രിയപ്പെട്ടവരെ, അതൊന്ന് ഉയർന്നു താണപ്പോ ചെറിയ ശബ്ദം മാത്രം. അവരുടെ വാളുകളുടെ മൂർച്ച അത്രയേറെ മൂർച്ചയാണ്. ഉടലിൽ നിന്ന് തല ഉരുട്ട് പോയി. കബന്ധം, ശിരസറ്റ കബന്ധം, ഈ ശരീരം അതവിടെ പിളഞ്ഞു. നോക്കുക ഈ ശക്തി എവിടെന്നാണ്. ഇങ്ങനെ നമ്മുടെ സഹോദരി സഹോദരന്മാർ, ഞാൻ ഏറെ ആ കാര്യങ്ങൾ പറഞ്ഞതാണ്. പ്രിയപ്പെട്ടവർ, ഈ ശക്തി ഇവരിൽ വ്യാപരിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. അതാണ് അവരെ മുന്നോട്ട് നയിച്ചത്. 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികൾ ജീവിച്ചതും രക്തസാക്ഷികളായി തീർന്നതും ഈ ശക്തി വ്യാപരിച്ച. 1 കൊരിന്ത്യർ 2-ാമത്തെ പൗലോസ് പറയുന്നുണ്ട്, വായിക്കണ്ട, എനിക്ക് ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നതാണ്. പൗലോസ് പറയാ, ഞാൻ ക്രിസ്തുവിനെ അല്ലാതെ മറ്റെന്തെങ്കിലും അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളോ? പ്രിയപ്പെട്ടവരെ, നാം യേശുക്രിസ്തു ആരാണെന്ന് മനസ്സിലാക്കണം. യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെ മനസ്സിലാക്കണം. യേശുക്രിസ്തുവായിട്ട് ഒരു അഭേദ്യമായ അടങ്ങാത്ത പ്രണയബന്ധം, അല്ലെങ്കിൽ പ്രേമബന്ധം എന്നൊക്കെ പറയുന്നത് ദൈവമായിട്ടാണ് വേണ്ടത്, ആത്മീകമായിട്ട്. ആ ഒരു അഭേദ്യമായ ബന്ധത്തിലേക്ക് നാം കടന്നു വരണം. ആത്മബന്ധം പറിച്ചു മാറ്റാൻ കഴിയില്ല. ഒരു ശക്തിക്കും വാള് കഴുത്തിൽ വെച്ചാലും പുഞ്ചിരിക്കും. പ്രതികരിക്കാതെ പുഞ്ചിരിച്ച 7 കോടിയിലധികം വരുന്ന ക്രൈസ്തവ രക്തസാക്ഷി അവർ ഈ ശക്തി വ്യാപരിച്ചിട്ടാണ്. അവിടെ പറഞ്ഞു, ഞാൻ അതിന് ഫുൾ സ്റ്റോപ്പ് ചെയ്യാം. കടന്നു വരിക. പ്രിയപ്പെട്ടവർ, നമുക്ക് ഈ ശക്തി വ്യാപരിക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ കേട്ടതുപോലെ സഹപാഠനിഷ്ഠിക്കണം. ജാതികളെ പോലെ നടക്കരുത്. നമ്മൾ സാക്ഷികളാകണം, അല്ലെ? അതിന് നമ്മൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ സഭയിലേക്ക് കുറച്ച് പൈസ കൊടുത്ത ഈ പരിപാടി നടക്കൂ? ആയിക്കോട്ടെ, പാപമുണ്ടാ സുവിശേഷം, കുറച്ച് കൂട്ടായ്മ കൊടുത്തേക്കാം. അത് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ശക്തി വ്യാപരിക്കും. ആ വ്യക്തിക്ക് എന്തെങ്കിലും നടക്കും. അല്ലെങ്കിൽ 10 പേർക്ക് ഭക്ഷണം കൊടുത്തേക്കാം, ദാനധർമ്മം ചെയ്തേക്കാം. നിങ്ങൾ ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കും. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഈ മതത്തിലുള്ള ആൾക്കാർ ചെയ്യണ പോലെ നമ്മൾ നന്നാവും എന്ന് വിചാരിച്ച് പൈസ കൊടുത്തുകൊണ്ടോ ഭക്ഷണം കൊടുത്തുകൊണ്ടോ സഭാകളുടെ പൈസ കൊടുത്തുകൊണ്ടോ നമ്മൾ നേരെയാവില്ല. അത് ഈ പള്ളിക്കാർ ചെയ്യണയാണ്. പിള്ളേർക്ക് ജോലി കിട്ടാൻ വേണ്ടി ഇതിരിക്കട്ടെ, ഏതെങ്കിലും ഒരു പുണ്യാവന്. നമ്മൾ അങ്ങനെയാകരുത്. നമുക്കെന്തെങ്കിലും കിട്ടാൻ വേണ്ടി ആകരുത് നമ്മൾ ചെയ്യുന്നത്. ഏത് എല്ലാ കാര്യങ്ങളും കർത്താവിന് വേണ്ടി ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നാം കർത്താവിന് വേണ്ടി ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ലഭിക്കുക എന്നുള്ള ആശയത്തിലല്ല. നമുക്ക് ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പരിശുദ്ധാത്മാവിന്റെ ശക്തി. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിക്കാൻ വേണ്ടി നമ്മൾ പ്രകസനമായിട്ട് കുറെ കാര്യം ചെയ്തിട്ട് കാര്യമില്ല. ആളുകളെ കാണിക്കാൻ പാട്ട് പാടിയത് കൊണ്ടോ പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിക്കും? പ്രസംഗിച്ചുകൊണ്ട് കിട്ടുമോ? ഇല്ല. അതിന് ചില കാര്യങ്ങൾ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ക്രമപ്പെടുത്തി അപ്പോസ്തലന്മാർ നമുക്ക് കാണിച്ചു. ആ
ആ റൂട്ടിലൂടെ നമ്മൾ പോകണം. ആ റൂട്ടിലൂടെ പോയാലാണ് നമുക്ക് ട്രോഫി കിട്ടുള്ളൂ. തെറ്റിച്ച് കളിച്ച് എങ്ങനെയിരിക്കും? ഇനി നമ്മൾ കളിക്കുമ്പോ പുറമെ നിന്ന്, നാം ജീവിക്കുമ്പോ പുറമെ നിന്ന് പല ശകാരങ്ങളും കേൾക്കാം. ഞങ്ങൾ ഫുട്ബോൾ കളിക്കുമ്പോ എന്നെ വിളിച്ചു പറയാൻ, എടാ പാസ്റ്ററെ നീ ഇന്ന് ഗോൾ അടിച്ചില്ല ഇങ്ങനെ കൊല്ലും എന്നൊക്കെ പറയും. ഞാനപ്പോ ബോൾ അവിടെ ചവിട്ടി പിടിച്ചിട്ട് വാടാ നമുക്ക് അവനോട് ചോദിച്ചിട്ട് കളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിക്കൂ കളി ഇങ്ങനെയൊക്കെ വിളിച്ചു പറയും. ഇത് നിങ്ങളൊക്കെ വലിയ ടൂർണമെന്റ് ലീഗ് കളിക്കാൻ പോകാനായിരുന്നു. ഞങ്ങൾ രാവിലെ ഞാൻ കളിക്കുന്നത്, ഞാൻ സെൻട്രൽ സ്കൂൾ പഠിപ്പിക്കുന്ന എന്റെ കുഞ്ഞുങ്ങളോടൊപ്പമാണ് ഏറ്റവും കൂടുതൽ കളിക്കുക. അവന്മാരൊക്കെ ഇപ്പൊ ഡിഗ്രിക്ക് പഠിക്കുന്നവരാണ്. ഞങ്ങൾക്ക് അവിടെ 10-25 കുട്ടികളുണ്ട്. ഈ ഉറവമ്പാടം ഒരു സെൻട്രൽ സ്കൂളുണ്ട്. നിങ്ങൾ അതിനോട് പ്രാർത്ഥിക്കണം. ആ സെൻട്രൽ സ്കൂൾ 1974 KV ഐസക് സാറ് വന്ന് തുടങ്ങിയതാണ്. എന്റെ ആത്മീയ ഗുരു. ഞാൻ 1.5 വയസ്സുള്ളപ്പോ എന്റെ അപ്പച്ചന്റെ അമ്മയുടെ അമ്മ എന്നെ അവിടെ കൊണ്ടിരുത്തും. ഞാനും ഉറങ്ങും, വില്യാമ്മയും ഉറങ്ങും. സെൻട്രൽ സ്കൂൾ കഴിയുമ്പോൾ എന്നെ എടുത്തുകൊണ്ട് പോയി. ഇത് ഐസക് സാറിന് നന്നായിട്ട് അറിയാം. പിന്നെ ഞാൻ വളർന്നു വന്നപ്പോ ഞാൻ എന്റെ വഴിക്ക് പോയി. പിന്നെ ഞാൻ രക്ഷിക്കപ്പെട്ടു വന്നു കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാനും എന്റെ ഭാര്യയും കൂടെ എന്റെ വീട്ടിൽ ആ ഷെഡ് പണിയാൻ വേണ്ടി, നിങ്ങളിൽ ആരൊക്കെയോ അതിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഷെഡ് പണിയാൻ വേണ്ടി 5 വർഷം എന്റെ വീടിന്റെ മുറ്റത്താണ് സെൻട്രൽ സ്കൂൾ പഠിപ്പിച്ചത്. എന്റെ മാനസാന്തരമാണ്. ആ നാട്ടിലെ പിള്ളേരെ മുഴുവൻ എന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. പഴയ ബിജുവിന്റെ അടുത്തേക്കാണെങ്കിൽ വിടൂല. അവർ വിട്ടു. ഞങ്ങൾക്ക് ഈ സെൻട്രൽ സ്കൂൾ പഠിപ്പിക്കാൻ കഴിഞ്ഞു. ആ കുഞ്ഞുങ്ങൾ പഠിച്ചു. 96 ഞാൻ രക്ഷിക്കപ്പെട്ടു വരുന്നത്. 98, 99 വരെ ഞാൻ സെൻട്രൽ സ്കൂൾ പഠിപ്പിച്ചു. ഇപ്പൊ 27 കൊല്ലം ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട്. അന്ന് 5 വയസ്സുള്ള വ്യക്തി ഇന്ന് എത്ര വയസ്സാണ്? 32 വയസ്സ്, അല്ലെങ്കിൽ 28 വയസ്സ്, 29 വയസ്സുള്ള ചെറുപ്പക്കാരാണ്. അവരെന്നെ ബിജുമാഷ എന്ന് വിളിക്കുക. ബിജുമാഷ എന്ന് വിളിക്കുക. അവരുടെ ഭാര്യമാരും എന്നെ മാഷ എന്ന് വിളിക്കുക. എന്താ കാരണം? ഞാൻ അവരെ സെൻട്രൽ സ്കൂൾ പഠിപ്പിച്ച. അവരിപ്പോ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലേക്ക് പോയി. അവരാദ്യം വന്ന ഗ്രൂപ്പിൽ വിളിക്കും, ബിജുമാഷ് വേണം, നമുക്ക് ഇന്ന് ടർഫ് എടുക്കണം, ഫുട്ബോൾ കളിക്കണം. ഞങ്ങളുടെ വായിൽ നിന്നൊരു വാക്ക് വരാറില്ല. 10-25 പിള്ളേരുണ്ട്. ഞങ്ങൾ 2 ടീമായിട്ട് കളിക്കും. നമ്മൾ പറയുന്നത് കേൾക്കും. പ്രിയപ്പെട്ടവരെ, അവരുടെ ഒപ്പം കളിക്കുമ്പോൾ ഗ്രൗണ്ടിന്റെ ചുറ്റും ആളുകൾ അടുത്ത ടൈമിന് കളിക്കാൻ വന്നിരിക്കുന്നവരുണ്ട്. എല്ലാവരും അറിയുന്നവരാണ്. അവർ വിളിച്ചു പറയുന്ന കാര്യം പറഞ്ഞത്. ഞാൻ ലോകജാതികളുടെ കൂടെ അങ്ങനെ കൂടാറില്ല. പക്ഷെ ഫുട്ബോളൊക്കെ കളിക്കാറുണ്ട് കേട്ടോ. ഞാൻ അതൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ, നമ്മെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അതിനോട് പ്രതികരിക്കാൻ പോകാതെ നമ്മുടെ കളി തുടരണമെങ്കിൽ നമുക്ക് ഇതിനോടുള്ള കമ്മിറ്റ്മെന്റ്, അത് തന്നെയാണ് ആത്മീയ ജീവിതം. അതിന് നമുക്ക് ശക്തി വേണം. നമുക്ക് ശക്തി വേണം പ്രിയപ്പെട്ടവരെ. ആ ശക്തി നമ്മിൽ വ്യാപിക്കണം. അതിനെന്ത് ചെയ്യും? അതാ ഞാൻ പറഞ്ഞത്. വേറെ കുറെ കാര്യം ചെയ്തിട്ട് കാര്യമില്ല. റൈറ്റായിട്ട് ദൈവവചനത്തിൽ അതിനെ അടക്ക് ചിട്ടയുമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതാണ് നാം നോക്കാൻ പോകുന്നത്. മുഖവര തന്നെ സമയം. ഇനി 10 മിനിറ്റ്. അപ്പൊ ആ 10 മിനിറ്റ് കൊണ്ട് ഞാൻ അതിന് 1-2 കാര്യം പറയാം. നമുക്ക് നോക്കാം. അടുത്ത ദിവസങ്ങളിലായിട്ട്, അടുത്ത ആഴ്ചയിലായിട്ട് നോക്കാം. ഇതിനായി നമുക്ക് ഒന്നാമതായിട്ട് വേണ്ടത് എന്തായിരിക്കും? ഒന്നാമതായിട്ട് വേണ്ടത് വചന കേൾവിയും പഠനവുമാണ്. ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടത് വചനം കേൾക്കുക, പഠിക്കുക. ഇതാണ് ഒന്നാമതായിട്ട് വേണ്ടത്. രണ്ടാമതായിട്ട് വേണ്ടത് എന്താ? മാനസാന്തരത്തോടു കൂടിയ പൂർണ്ണ സമർപ്പണം, സമ്പൂർണ്ണ സമർപ്പണം. 1 വചനം കേൾക്കുക, പഠിക്കുക. 2 മാനസാന്തരത്തോടു കൂടിയ സമ്പൂർണ്ണ സമർപ്പണം ദൈവത്തിന്റെ മുമ്പാകെ ഓരോ വ്യക്തികളും. ശരി, മൂന്നാമത്തെ കാര്യം എന്താണ്? ഏകാഗ്രതയോടു കൂടിയുള്ള പ്രാർത്ഥന. 4-മത്തെ കാര്യം എന്താണ്? നമ്മിൽ ദൈവവചനത്തിന്റെ അനുസരണം. അത് അനുസരണ പദത്തിൽ കൊണ്ടുവരിക. 1 വചനം കേൾക്കുക, പഠിക്കുക. 2 വചനം കേട്ട് പഠിക്കുമ്പോൾ മാനസാന്തരത്തോടു കൂടിയുള്ള സമർപ്പണം. അതെങ്ങനെയാണെന്നൊക്കെ നാം നോക്കും. 3 ഏകാഗ്രതയോടുകൂടിയുള്ള പ്രാർത്ഥന. 4 ഈ വചനം കേട്ട് പഠിച്ച് മാനസാന്തരം വന്ന് സമർപ്പിച്ച് പ്രാർത്ഥനയോടുകൂടെ ഈ വ്യക്തി കേട്ട വചനത്തെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ആ വ്യക്തിയെ വ്യാപിക്കും. ആ വ്യക്തി പാടുന്ന പാട്ട് മറ്റുള്ളവനെ സാന്ത്വനപ്പെടുത്തും. ആ വ്യക്തിയുടെ മെസ്സേജ് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ചലനങ്ങൾ സൃഷ്ടിക്കും. ആ വ്യക്തിയുടെ ജീവിതം മറ്റുള്ളവരെ തേനീച്ച പോകുന്നത് പോലെ ആളുകൾ നമ്മെ തേടി വരും. ഇതാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മൾ വ്യാപരിച്ചാലുണ്ടാകണം. അത് വ്യാപരിക്കണമെങ്കിൽ ഈ കാര്യം നമ്മൾ 1 ദൈവവചനം എന്ത് ചെയ്യണം? പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഭകൾ വചന പഠന കളരികളായി മാറും. എന്തിനാണ് ദൈവം അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിട്ട്
ഉപദേഷ്ടാക്കന്മാരും സുവിശേഷകന്മാരും ഡീക്കന്മാരും ആയിട്ട് ഈ സഭയിൽ ആക്കി വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അവർക്ക് നമ്മൾ വരുന്നത് എന്തിനു വേണ്ടിയാണ്? അതാത് സ്ഥല സഭകളിൽ ദൈവം എഴുന്നേൽപ്പിക്കുന്ന ദൈവദാസന്മാരിലൂടെ ആ സഭ വചനം പഠിച്ചുകൊണ്ടേയിരിക്കണം. നമുക്ക് എത്ര വലിയ ബിൽഡിംഗ് ഉണ്ടായി എന്നുള്ളതിലല്ല, നമ്മിൽ ജില്ലാ കളക്ടർ ഉണ്ടായി, നമ്മുടെ ആളാണ് മന്ത്രി, നമ്മുടെ ആളാണ് പോലീസിൽ, നമ്മളാണ് സംഭവം. ഇതല്ല നമുക്ക് നമ്മുടെ ബിൽഡിങ്ങിലോ നമ്മുടെ മറ്റു കാര്യത്തിലോ നമ്മൾ ആത്മീകരായിരിക്കണം. നമ്മൾ ദൈവവചനം പഠിക്കുന്നവരായിരിക്കണം. നമ്മൾ ഈ ദൈവവചനം പഠിക്കുന്നതിനാണ് പ്രിയപ്പെട്ടവരെ നാം പ്രാധാന്യം കൊടുക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവവചനം പഠിപ്പിക്കുന്നതിൽ നമ്മൾ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? കുഞ്ഞുങ്ങളെ ദൈവവചനം പഠിപ്പിക്കുന്നതിൽ എത്രത്തോളം നാം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? നമ്മൾ എന്താ പഠിപ്പിക്കുന്നത്? ഞാൻ ഒരു കാര്യം നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാം, നിങ്ങൾ എന്നെ വേറെ ഒരു രീതിയിൽ കാണാൻ. അബ്രാഹാം നല്ലതാണ്, ഇസഹാക്ക് നല്ലതാണ്, യാക്കോബ് നല്ലതാണ്, ദാനിയേൽ നല്ലതാണ്, യൗസേപ്പ് നല്ലതാണ്. ഇവരാരും പൊട്ടയല്ല. പക്ഷെ നമ്മൾ ഈ സൺഡേ സ്കൂളിലെ പാഠാവലി ഒന്ന് മാറ്റണം. എൻ്റെ ഒരു അഭിപ്രായമാണ്, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. യേശു ക്രിസ്തു ആരാന്ന് പഠിപ്പിക്കണം. യേശു ക്രിസ്തുവിന്റെ ദൈവത്വം എന്താണെന്ന് ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. നിങ്ങൾക്കറിയോ ഇസ്ലാം പഠിപ്പിക്കുന്നു? എനിക്കറിയോ? നോക്ക്, അവന്റെ കഴുത്തിൽ കത്തി വെച്ചാൽ അവൻ പറയുന്നത് പഠിച്ചതാണ്. അവനെ തളമോശമായി ജീവിച്ചാലും ആ കാര്യത്തിൽ അവൻ വെട്ടിക്കനാണ്. അവരുടെ പഠനം കണ്ടിട്ടുണ്ടാ? എനിക്കുണ്ട്. എം അക്ബറിന്റെ ശിഷ്യന്മാരുണ്ട്, എൻ്റെ സുഹൃത്തുക്കൾ. പണ്ട് ഈ വളരെ മോശമായി ജീവിച്ച ചെറുപ്പക്കാരാണ്. തൃശ്ശൂർ റെയിൽവേ കൊക്കാല എന്ന് പറയുന്ന സ്ഥലം തൃശ്ശൂരുകാർക്കറിയാം. എനിക്ക് എം അക്ബറിന്റെ ശിഷ്യന്മാർ ഞാനായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതെ, ആ വാഗ്വാദമൊന്നുമല്ല, വാദപ്രതിവാദമൊന്നുമല്ല, എൻ്റെ സുഹൃത്തുക്കളാണ്. ഞാൻ പറഞ്ഞത് അവരുടെ അറിവും ഇത് എവിടെ നിന്ന് കിട്ടി? ചെറുപ്പത്തിലെ വഴി നമ്മൾ എത്രത്തോളം ശ്രമിക്കുന്നുണ്ട് നമ്മുടെ മക്കളെ യേശു ക്രിസ്തുവിന്റെ ദൈവത്വം പഠിപ്പിക്കുവാൻ നമ്മൾ എത്രത്തോളം ശ്രമിക്കുന്നുണ്ട്? കഥകൾ പറഞ്ഞു കൊടുക്കലല്ല, യേശു ക്രിസ്തു ദൈവമാണെന്ന്, യേശു ക്രിസ്തു മാത്രമാണ് ദൈവമെന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചങ്കിൽ പതിയണം. പ്രിയപ്പെട്ടവരെ, അതിലൂടെ വളരണം. അവര് ലോകത്തിന്റെ എവിടെ പോയാലും അവരുടെ ചങ്കിലത് ഉണ്ടെങ്കിൽ അവര് വഴി തെറ്റില്ല. വഴി തെറ്റില്ല. തെറ്റിയിട്ടുണ്ടെങ്കിൽ ചങ്കിലതില്ല മറ്റു പലരുമായി. അതുകൊണ്ട് യേശു ക്രിസ്തു ആരാണെന്ന് പഠിക്കണം. അപ്പൊ അതുകൊണ്ട് നാം ഇനിയുള്ള 5 മിനിറ്റ് കൊണ്ട് ആ വാക്യങ്ങൾ നോക്കിയിട്ട് അടുത്ത ദിവസം നാം അത് വിശദീകരിക്കാം. ഈ വചനം നമുക്ക് ഇതിനായി നമുക്ക് വേണ്ടത് വചനമാണ്, വചന കേൾവിയും പഠനം. അതിനോടുള്ള ബന്ധത്തിൽ ഒന്നാമത്തെ വാക്യം യോഹന്നാൻ സുവിശേഷം 16-ന്റെ 13-15 വാക്യം, അത് മാത്രം ഒന്ന് വായിക്കാം. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നു സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അവന്റെ ശിഷ്യന്മാരിൽ ചിലർ കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് 13 മുതൽ 15 വരെ വായിച്ചാൽ മതി. അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് തന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത്, അതുകൊണ്ടത്ര അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരും എന്ന് ഞാൻ പറഞ്ഞത്. എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരും. ആര്? ഉപദേശിച്ചു തരും. എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരും. ആര്? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ഈ വചനത്തിലുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരും. അടുത്ത വാക്യം സങ്കീർത്തനം 119. അതായത് വചനത്തിലൂടെയാണ് ഇവിടെ പറഞ്ഞതിന്റെ സാരനാണെന്നറിയോ? വചനത്തിലൂടെയാണ് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുള്ളൂ? എവിടെയും പ്രവർത്തിക്കുകയുള്ളൂ, നമ്മിലും പ്രവർത്തിക്കുകയുള്ളൂ. വചനം കേൾക്കാത്ത പഠിക്കാത്ത ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയില്ല എന്ന ഇതിന്റെ സാരം. ശക്തി വ്യാപരിക്കുകയില്ല. ഇവിടെ പറഞ്ഞത് അവൻ എനിക്കുള്ള 14 വാക്യം, അവൻ എനിക്കുള്ളതിൽ നിന്ന് 13 വാക്യം, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിനും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതുകൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത്, അതുകൊണ്ട് അത്രേ അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരും എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ദൈവവചനം നമ്മിൽ ക്രിയ ചെയ്യണമെങ്കിൽ, നമുക്ക് മനസ്സിലാകണമെങ്കിൽ, മനസ്സിലാക്കി തരുന്നത്, നമ്മെ ജീവിപ്പിക്കുന്നത്, നടത്തുന്നത് ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവാണ്. തെളിയിക്കാം. ഓടിച്ചു പോകാം. ഒരു വാക്യം കൂടെ നോക്കാം. 119-ന്റെ 50-ാം വാക്യം, അതുപോലെ 94-ാം വാക്യം.
നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എന്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകും. മതി. വചനം ജീവിപ്പിക്കുന്നതാണ്. വചനം എന്താണ്? നമ്മെ ജീവിപ്പിക്കുന്നതാണ് വചനം. ശരി, അതിന്റെ 94-ാമത്തെ വാക്യം. ഞാൻ നിന്റെ പ്രമാണങ്ങളെ അന്വേഷിക്കുന്നു, ഞാൻ നിനക്കുള്ളവൻ അത്രേ എന്നെ രക്ഷിക്കണമേ, ഞാൻ നിന്റെ പ്രമാണങ്ങളെ അന്വേഷിക്കുന്നു. നിന്റെ പ്രമാണങ്ങൾ ജീവിപ്പിക്കുന്നില്ല. ഞാൻ ഒരു നാളും നിന്റെ പ്രമാണങ്ങളെ മറക്കുകയില്ല, അവയെ കൊണ്ടല്ലോ നീ എന്നെ ജീവിപ്പിക്കുന്നു. അവയെ കൊണ്ടല്ലോ നീ എന്നെ. അപ്പൊ ദൈവത്തിന്റെ വചനം എന്താണ്? ജീവിപ്പിക്കുന്നതാണ്. ജീവിപ്പിക്കുന്ന വചനമാണ്. നീ സങ്കീർത്തനം 33:6. യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. വചനത്താൽ, ശ്വാസത്താൽ, ആത്മാവിനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആത്മാവിനാലും വചനത്താലുമാണ് എന്ത് ഇത് മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടത്. അപ്പൊ വചനവും ആത്മാവും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ഇനി സങ്കീർത്തനം 104:30. നീ നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു, നീ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു. നിന്റെ ശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അയക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ, വചനത്താൽ, എല്ലാം ഒരു പക്ഷിയുടെ 2 ചിറക് പോലെയാണ്. വചനം ഉള്ളിടത്ത് പരിശുദ്ധാത്മാവുണ്ടോ? പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ അല്ലാതെ പ്രവർത്തിക്കുകയില്ല. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് തന്നെ വന്നിട്ട് നീ എന്നിട്ട് അങ്ങോട്ട് പോകുന്നൊന്നും പറയില്ല. ഈ വചനത്തിലൂടെ അല്ലാതെ ഈ കൃപായുഗത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയില്ല. വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. വചനത്തിലൂടെ പ്രവർത്തിച്ചപ്പോഴല്ലേ ഞാൻ രക്ഷിക്കപ്പെട്ടെ? അല്ലേ? നമ്മൾ ഓരോരുത്തരും രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാ? സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴും അവൻ നിങ്ങളെ സകലത്തിലും അല്ല, ആത്മാവ് വന്നിട്ട് പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും അതാരെ ബോധം തന്നെ? അപ്പൊ എങ്ങനെ ബോധം വന്നേ? വെറുതെ ഇരുന്നപ്പോ ബോധം വന്നാണോ? എന്നോട് പറഞ്ഞേ, അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞേ? വചനം പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് എന്ത് ബോധ്യപ്പെടുത്തി? വചനത്തിലൂടെ ബോധ്യപ്പെടുത്തി. അതാണ് വചനം ജീവിപ്പിക്കുന്നതാണ്. ഞാനും നിങ്ങളും ആത്മീകമായി ജീവിച്ചു. അപ്പൊ ആത്മാവും വചനവും ജീവിപ്പിക്കുന്നതാണ്. ഞാൻ വചനം പഠിക്കുന്നതിന്റെ പ്രാധാന്യം പറയുന്ന കേട്ടോ. ഇത് മലയാള മനോരമയിലെ കഥയല്ല, നോവലിലെ കഥയല്ല, ഇത് വേറെ പുസ്തകങ്ങളല്ല. ഈ പുസ്തകം എന്ന് പറഞ്ഞാൽ ജീവന്റെ വചനമാണ്. ഇതിൽ ഓരോ വാക്കിനും ജീവനുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്നോട് പ്രസംഗിക്കുകയില്ല. ഏതെങ്കിലും അഴുക്ക് ജാലി കിടന്ന് തീർന്നു പോയനെ അലിഞ്ഞു ഇവിടെ നിൽക്കില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ എന്നെ ദൈവം നിർത്തിയിരിക്കുന്നത് ഈ ജീവന്റെ വചനമായതുകൊണ്ടാണ്, എന്നെ ജീവിപ്പിച്ചത് കൊണ്ടാണ്. അല്ലെങ്കിൽ എന്നെ ചത്ത് കെട്ട് നാറി ഒടുങ്ങി അത് പുഴുവരിച്ചു പോയിട്ടുണ്ടാകും, ജീവിച്ചു. പക്ഷെ അവിടെ നിന്ന് എന്നെ ജീവിപ്പിച്ചു കൊണ്ടുവന്ന സത്യത്തിന്റെ വചനം. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുകയാണ്. ഒരു മിനിറ്റ് ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്, അത് ഫാസ്റ്റാണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ സത്യത്തിന്റെ വചനം ഇത് ജീവിപ്പിക്കുന്നതാണ്. ഈ വചനം ജീവിപ്പിക്കുന്നതാണ്. അപ്പോ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി എബ്രായ ലേഖനം 11:3 എന്താ വായിക്കണേ? തെളിവുകളാണ് കേട്ടോ തന്നെ. വചനവും ആത്മാവും പ്രവർത്തിക്കുന്നു, ജീവിപ്പിക്കുന്നു എന്നുള്ള. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് പെരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. അതെ, ലോകം സൃഷ്ടിക്കപ്പെട്ടത് എങ്ങനെയാണ്? ഉണ്ടാകട്ടെ ദൈവത്തിന്റെ വചനം. വചനം മാത്രമാണോ? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യം എന്താ? ആദ്യ വചനം എന്തായിരുന്നു? അല്ലെ? അതാണ് ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. നിങ്ങളെ ഇതിലേക്ക് കൊണ്ടുപോയതല്ല, ഞാൻ പറഞ്ഞത് മാത്രം. ചിലപ്പോ എനിക്ക് തെറ്റിയിട്ടുണ്ടാവും. ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യമായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ആഴത്തിൽ മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ആ വാക്യം വായിച്ചിട്ടുണ്ടല്ലോ, ദൈവത്തിന്റെ ആത്മാവ്. അപ്പോ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ വചനവും ആത്മാവും കൂടിയാണ്. അതാണ് വചനം ജീവിപ്പിക്കും. ആത്മാവിനാൽ വചനം ജീവിപ്പിക്കും. വചനവും ആത്മാവും പിരിഞ്ഞിട്ട് ഒരു കലാപരിപാടിയില്ല. ഉപദേശം പഠിച്ചാൽ മനസ്സിലാവും പ്രിയപ്പെട്ടവരെ. അപ്പൊ അതുകൊണ്ട് ഈ വചനം ജീവിപ്പിക്കുന്നതാണ്. ശരി. അപ്പോ യോഹന്നാന്റെ സുവിശേഷം 17:17 എന്താ വായിക്കുന്നത്? നിന്റെ വചനം സത്യമാകും. നിന്റെ വചനം നിന്റെ വചനം സത്യമാകും. സത്യവചനത്തിൽ മാത്രമേ ആര് പ്രവർത്തിക്കൂ? പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. ഞാൻ ഇവിടെ നിന്നിട്ട് എന്റെ ഐഡിയയില് കാര്യങ്ങൾ പറഞ്ഞ ആര് പ്രവർത്തിക്കില്ല? പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കില്ല. ഞാൻ ഈ വചനത്തെ നേരായി നിങ്ങളോട് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും.
ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കയില്ല. അത് സത്യവചനം, നിന്റെ വചനം സത്യമാണ്, ജീവൻ. ഇനി വായിക്കുന്നില്ല, നമുക്കിവിടെ അവസാനിക്കാം, അടുത്ത ദിവസം നോക്കാം. അപ്പൊ ഈ വചനം എന്താണ്? ജീവിപ്പിക്കുന്ന വചനമാണ്. ഫിലിപ്പിയ ലേഖനം 2:15, എബ്രായ ലേഖനം 4:12, യോഹന്നാൻ 6:57-58, യോഹന്നാൻ 6:63, 1 കൊരിന്ത്യർ 1:18. ഇതൊക്കെ വായിച്ചാൽ ദൈവത്തിന്റെ വചനം എന്താണ്? ജീവനുള്ള വചനമാണ്, ചൈതന്യമുള്ള വചനമാണ്, ജീവിപ്പിക്കുന്ന വചനമാണ്. ആത്മാവ് വചനത്താൽ ജീവിപ്പിക്കുന്നു. 1 കൊരിന്ത്യർ 1:18 എന്താ പറഞ്ഞേ? ദൈവത്തിന്റെ വചനം ദൈവശക്തിയായ വചനം. ഈ ശക്തിയായ വചനം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട അല്ലേ? അതൊക്കെ നമ്മുടെ പ്രശ്നം. ഒന്നും ചെയ്യണ. ഇത് തൊട്ടാലല്ലേ സഹോദര പ്രശ്നമുള്ളൂ. ഒരു കുഴപ്പമില്ല. പ്രിയപ്പെട്ടവരെ, ഈ വചനം പഠിക്കാതെ ഇതെങ്ങനെ നമ്മളെ ജീവിപ്പിക്കും? വല്ല ശക്തി ഉണ്ടോ? വെറുതെ ആൾക്കാർ അല്ലേ ചില പാട്ടുകാരല്ലേ? ഒരു ശക്തിയില്ല. പിന്നെ തന്നെ മറ്റുള്ള നമ്മുടെ ബന്ധുക്കൂസ് അവരമാരെ നമ്മളെ കളിയാക്കാതിരുന്നാലേ അത്ഭുതം. ശരിയല്ലേ? പിക്കുന്നതിനും മകളൊന്നും വേണ്ട, ഒരു ഉഷാറോട് കൂടിയിട്ട് വായിച്ചത് പാടിയാൽ എത്രയോ സന്തോഷമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളങ്ങനെ ഉറങ്ങുന്നവരായി തീരാൻ കാരണം നമ്മുടെ കുറ്റല്ല. പിന്നെ ആരുടെ കുറ്റ? തൊട്ടിരുത്തി അയത്തിരിക്കുന്ന ആളുടെ കുറ്റാണ്. നിങ്ങൾ വിചാരിച്ചു വേറെ ആരെങ്കിലും ഉണ്ടാവുന്നു? നമ്മുടെ കുറ്റം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? നമ്മള് പഠിക്കാൻ പഠിച്ചാൽ ഇത് ജീവിക്കും. അപ്പോ ഈ വചനം പഠിക്കുവാൻ ഇവിടെ മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പഠിക്കുവാൻ തയ്യാറാകണ്ട. എങ്ങനെയെല്ലാം പഠിക്കാൻ കഴിയുമോ നിങ്ങൾ പഠിക്കുക. അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അടുത്ത ദിവസം തുടർമാനമായിട്ട് നമുക്ക് നോക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ